السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. اللهم صل على هذا النبي وعلى آله وأصحابه وعترته ومن والاه. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇരിനാവ് ശാഖ SKSSF സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദീനി പ്രഭാഷണവും ദിക്ർ ദുആ മജ്ലിസും ഈ പരിശുദ്ധമായ വേദിയിൽ ഇന്നും നാളെയുമായി നടക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ നഗരിയാണിത്. ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദ് എന്നോണം ഈ സമുദായത്തിന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ജീവിത വിശുദ്ധിയിലൂടെ കാണിച്ചു കൊടുത്ത മഹാനായ ശംസുൽ ഉലമയുടെ നാമധേയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. മഹാനുഭാവൻ സമുദായത്തിന് ചെയ്ത മുഴുവൻ സേവനവും അള്ളാഹു സ്വീകരിക്കട്ടെ, അവരുടെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അഭിനന്ദനായ അധ്യക്ഷൻ അബൂബക്കർ ബാഖവി കമ്പിൽ ഇവിടെ പ്രമുഖനായ ഒരു പണ്ഡിതൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മഹാനായ നമ്മുടെ ഗുരുനാഥൻ ശൈഖുന PKP അബ്ദുസ്സലാം മുസ്ലിയാർ. അല്ലാഹു മഹാനവറുകൾക്ക് ആയുർ ആരോഗ്യവും ആഫിയത്തും അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വേദിയിൽ നമ്മളോടൊപ്പമുള്ള പ്രഗത്ഭരായ വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ഷരീഫ് ബാഖവി, ബഷീർ അസ്അദി, അബ്ദുൽ ഖാദിർ ഹാജി CH അഷ്റഫ്, ഷഹീർ പാപ്പിനിശ്ശേരി, മുഹമ്മദ് റംസി KV, അബ്ദുസ്സമദ് മൗലവി, മുഹമ്മദ് കുഞ്ഞി അൽ അസ്ഹരി തുടങ്ങി മുഹമ്മദ് ത്വയ്യിബ് അൽ അസ്അദി, ഒട്ടു വളരെ പ്രമുഖരായ ആളുകളുണ്ട്. അതോടൊപ്പം എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു മഹാ പണ്ഡിതൻ,
നമ്മുടെ ഈ കാലഘട്ടത്ത് വളരെ വിരളമായിട്ട് മാത്രം കാണാൻ കഴിയുന്ന ആത്മീയ ജ്ഞാനവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുന്ന മുസ്തജാബ് ദഅവ എന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ലാഹു ഇവിടെ നമ്മളോടൊപ്പം ഒരുമിച്ച് ചേർന്ന അഭിനന്ദരായ കല്ലാച്ചി അബ്ദുള്ള മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും സലാമത്തും നൽകട്ടെ. ഇന്ന് ദുആ ചെയ്യുന്ന ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ അത്രക്കങ്ങ് അടുത്ത് പരിചയമുണ്ടാവണം എന്നില്ല. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം കല്ലാച്ചിയിലാണ് അവരുടെ വീട്. 80 വയസ്സിന്റെ അവശതയിലും ദീനി വഅദ് പരിപാടികൾക്കൊക്കെ പറ്റുന്നിടത്തൊക്കെ ഓടിയെത്തുന്ന ആത്മീയമായ വെളിച്ചം നൽകുന്ന ഒരു മഹാനായ ഗുരുനാഥൻ, അല്ലാഹു മഹാനവരുടെ ഈ സാന്നിധ്യം നമ്മുടെ ഈ പരിപാടിക്ക് ദുആഇന് ഉത്തരമുള്ള മജ്ലിസാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞങ്ങൾ ഉസ്താദിനെ കാണാൻ വേണ്ടി ഇന്ന് അസറിനോടടുത്ത സമയം ഉസ്താദ് വിശ്രമിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് കണ്ടപ്പോ അവിടെ ഇരുന്ന് ഉസ്താദ് ചോദിച്ചു, ഞാനും വരട്ടെ വഅദ് കേൾക്കാൻ എന്ന് ഉസ്താദ് പറഞ്ഞപ്പോ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അല്ലാഹു ഇത്തരം മഹത്തുക്കളുടെയൊക്കെ സാന്നിധ്യമാണ് ഒരു വേള അവന്റെ റഹ്മത്ത് ഭൂമിയിലും ആകാശ ലോകത്തും നമുക്ക് വർഷിക്കാൻ കാരണമാവുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വേദിയിലെ സദസ്സിലെ സൗകര്യക്കുറവുകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സംഘാടകർ. നമ്മുടെ ഈ സ്റ്റേജിന്റെ ഇടതുഭാഗത്ത് കുറച്ച് കസേരകളുണ്ട്. നിൽക്കുന്ന ആളുകൾ ഇങ്ങോട്ട് ഇരുന്നാൽ സൗകര്യമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരിശ്രമങ്ങൾക്കൊടുവിൽ ഇത്രയും ഗംഭീരമായ ഒരു പന്തലൊരുക്കി ഈ പരിപാടി മഴക്കാലത്താണ് നടക്കുന്നത്. അതെന്റെ സൗകര്യക്കുറവ് കൊണ്ടുണ്ടായ ഒരു ഡേറ്റാണ് ഈ മഴക്കാലം. റംസി എവിടെ ഉണ്ടോ? എവിടെ? അതാണ് റംസി. റംസിയാണ് ഈ ബുക്ക് ചെയ്തത്. ഞാൻ ഈ കലണ്ടറിൽ നോക്കുമ്പോ ഇരിണാവ് കെയർ ഓഫ് റംസി എന്നിങ്ങനെ 1-2 കൊല്ലമായി ഇത് കാണാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നാണ് അൽഹംദുലില്ലാഹ് ഇതിനവസരം ഒരുങ്ങിയത്. സർവശക്തന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ നാടിൽ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അംഗീകരിക്കുകയും സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വിജ്ഞാനം, വിനയം, സേവനം എന്ന മഹിതമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സംഘടനയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അഥവാ SKSSF. നമ്മുടെ മദ്രസയും ഇവിടുത്തെ ദർസും വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മക്കൾ ദൂരങ്ങളിൽ നിന്നാണ് ഇപ്പോൾ വന്ന് പഠിക്കുന്നത്. ദർസ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രഗത്ഭരായ 2 പണ്ഡിതന്മാർ ഇവിടെ ദർസിന് നേതൃത്വം കൊടുക്കുന്നു. ഷരീഫ് ബാഖവിയും അതുപോലെ തന്നെ അഹമ്മദ് കബീർ ബാഖവി, ഈ 2 പേർ നേതൃത്വം നൽകുന്ന നല്ലൊരു ദർസ് നമ്മുടെ പള്ളിയിൽ നടക്കുന്നുണ്ട്. മദ്രസയും വളരെ മനോഹരമായിട്ട് സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായി പഠിക്കാൻ സജ്ജമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് എത്തിപ്പെടാനുള്ള ഒരു ദൂരത്തിന്റെ ഒരു ബുദ്ധിമുട്ട് സംഘാടകർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടി ഒരുപാട് ചെലവിട്ടുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയും മനോഹരമായി ഒരുക്കിയിരിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സംഭാവനകളിൽ ബാക്കിയായി വരുന്നത് എന്തെങ്കിലും മിച്ചം വന്നാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മദ്രസയിലേക്ക് എത്താനുള്ള ഒരു വാഹനം 5 ലക്ഷം രൂപയാണ് അതിന് അവർ കണക്കാക്കുന്നത്. ആ വാഹനം വാങ്ങിക്കാൻ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സദസ്സിലൊക്കെ 5 ലക്ഷം രൂപ ദീൻ പഠിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ, അതിന് സൗഭാഗ്യം കിട്ടിയ ആളുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഏറ്റെടുക്കണം.
പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ സംഘാടകരെ അറിയിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പലതുള്ളി പെരുവെള്ളമായിട്ട് എന്തെങ്കിലും സ്വരൂപിച്ച് കിട്ടുന്നത് ആ വഴിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാനുണ്ട്. നിങ്ങളുടെയൊക്കെ സജീവമായ സഹകരണവും നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും ഈ പ്രസ്ഥാനത്തോടൊപ്പം നമ്മുടെ പ്രവർത്തകരോടൊപ്പം ഉണ്ടാവണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ ഇന്നത്തെ വിഷയം 2.5 വർഷത്തെ ജീവിതം 25 നൂറ്റാണ്ടുകളുടെ പാഠങ്ങൾ എന്ന ഒരു ശീർഷകത്തിലാണ്. 2.5 വർഷം ഈ ലോകത്തിന് മഹിതമായ മാതൃകകൾ കാണിച്ചു വെച്ച് മാഷാ അല്ലാഹ്, നമ്മുടെ സ്റ്റേജിന്റെ ഈ ഇടത് ഭാഗത്ത് കുറച്ച് ചെയറുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറെ ചെയറുണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാരെങ്കിലും വിളിച്ചാൽ ബുദ്ധിമുട്ടാവോ? ഇല്ല, ഇൻഷാ അല്ലാഹ്. ആ വഴിയിൽ നിൽക്കുന്നവര് മെല്ലെ ഈ മുമ്പിലൂടെ എങ്ങനെ വന്നാൽ ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാം. നമുക്കൊരു പ്രയാസമില്ലാതെ കേൾക്കാൻ പറ്റും. സ്ത്രീകള് വരുന്ന വഴിയാണ്, അതുകൊണ്ട് പുരുഷന്മാർ അവിടെ നിന്ന് സൗകര്യപൂർവ്വം നമ്മുടെ വേദിയുടെ ഫ്രണ്ടിലേക്ക് ഇരുന്നാൽ ഇൻഷാ അല്ലാഹ്. എവിടെയെങ്കിലും ഇടയ്ക്ക് കസേരകൾ ഒഴിവുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി കാണിച്ചു കൊടുത്താൽ വരുന്ന ആളുകൾക്ക് അങ്ങോട്ട് കയറിയിരിക്കാം. നമ്മുടെ സംഘാടകർ നമ്മുടെ വേദി മനോഹരമാക്കാനുള്ള സജീവ പരിശ്രമം ചെയ്തു. അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. വരുന്ന ആളുകൾ ഒന്ന് കയറിയിരിക്കുക ഇൻഷാ അല്ലാഹ്. കയറി ഇരുന്നാൽ വല്ല പൈസയും കൊടുക്കേണ്ടി വരുമെന്നുള്ള പേടിയായിരിക്കും ചിലപ്പോ, അല്ലേ? അങ്ങനെയൊന്നൊരു സംഭവമില്ല. നിങ്ങൾക്ക് വല്ലതും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണോ നിങ്ങൾ കൊടുക്കുക, ഇല്ലേ സന്തോഷം. ഫ്രീ സർവീസ് അല്ലേ, ചേർന്നിരിക്കാൻ പൈസ ഒന്നുമില്ലല്ലോ. മാഷാ അല്ലാഹ്. അപ്പോ ധൈര്യമായിട്ട് വന്നിരിക്കാം. നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നില്ലെങ്കിൽ വന്നിരിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ഇടക്ക് അത്തരം കാര്യങ്ങൾ പറയാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒഴിവ് വരുന്ന സ്ഥലത്ത് വരുന്നവർ കയറിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിച്ച ഒരു മഹാമനീഷിയെ സംബന്ധിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2.5 വർഷമാണ് അവരുടെ ഭരണം നടന്നത്. ആ 2.5 വർഷം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, 25 ഖർന, 25 നൂറ്റാണ്ടിന്റെ പാഠങ്ങൾ നൽകിപ്പോയ ഒരു 2.5 വർഷം. ആ മഹാനുഭാവൻ ലോകത്തോട് വിട പറഞ്ഞത് ഇതുപോലെയുള്ള ഒരു ശവ്വാൽ മാസത്തിന്റെ ആദ്യത്തിലാണ്. സയ്യിദു സാഹിദീൻ, പരിത്യാഗം ചെയ്യുന്നവരുടെ നേതാവ് ആരാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഈ ലോകത്തിന്റെ ആർഭാടങ്ങളും ആസ്വാദനവും കൈകൾ കൊണ്ട് മനസ്സുകൊണ്ട് തട്ടിമാറ്റുകയും വേണ്ടെന്ന് വെക്കുകയും ചെയ്ത് അള്ളാഹുവിന്റെ ഔലിയാഇന്റെ മാർഗം സ്വീകരിച്ച സാഹിദ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. പരിത്യാഗം ചെയ്തവർ, അവരുടെ നേതാവ് ആര് എന്ന ഒരു ചർച്ച നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ നടന്നിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ അല്ലാമ സുഫിയാൻ സൗരിയെ പോലെയുള്ള ആളുകൾ, അത് മറ്റാരുമല്ല, അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ മരണം സംഭവിച്ചപ്പോ അന്നത്തെ ഒരു ക്രിസ്തീയ ഭരണാധികാരി ലയോൺ മൂന്നാമൻ, റോമൻ ഭരണാധികാരിയാണ്,
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2 വർഷവും 5 മാസവും ഭരണം നടത്തി മരിച്ചു പോകുമ്പോ ആ റോമൻ ഭരണാധികാരി പൊട്ടിക്കരഞ്ഞു. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഒരു മുസ്ലിം നേതാവ് മരിച്ചതിന് ഇത്ര സങ്കടപ്പെടേണ്ട കാര്യം? അദ്ദേഹം നിങ്ങളുടെ മതവിശ്വാസിയല്ലല്ലോ. ആ സന്ദർഭത്തിൽ ലയൂൻ മൂന്നാമൻ കൊടുത്ത ഒരു മറുപടിയുണ്ട്. ലൗ കാന റജുലുൻ യുഹ്യിൽ മൗത ബഅദ ഈസ ലകാന ഉമർ. If anyone were to give life to dead after Jesus, it would be Umar ibn Abdul Aziz. ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം മരിച്ചവർക്ക് ജീവൻ നൽകാൻ കഴിയുന്ന ഒരു സിദ്ധി ആർക്കെങ്കിലും ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, മരിച്ചവർക്ക് ജീവൻ നൽകാൻ കഴിയുന്ന ഒരു സിദ്ധി ആർക്കെങ്കിലും ലഭ്യമാകുമെങ്കിൽ അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു എന്ന് ഈ റോമൻ ഭരണാധികാരി ലയോൺ മൂന്നാമൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ അത്ഭുതം മഠങ്ങളിൽ ഗുഹകളിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകളെയല്ല ഞാൻ കണ്ട് അത്ഭുതപ്പെടുന്നത്. എന്റെ അത്ഭുതം ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ നോക്കിക്കൊണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ സൗകര്യങ്ങളും ആർഭാടങ്ങളും ആസ്വാദനങ്ങളും എമ്പാടും സാധ്യമായിരിക്കെ എല്ലാം തന്റെ 2 കൈകൾ കാലുകൾ കൊണ്ട് തട്ടിമാറ്റി അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിച്ച ഒരു മഹാനേതാവ്. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ വിലപിക്കുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ റോമൻ രാജാവ്. ഒരു ക്രിസ്തീയ പുരോഹിതൻ വാവിട്ട് കരഞ്ഞു. ലോകം മുഴുക്കയും കരഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും വഫാത്തുകൾക്ക് ശേഷം ലോകം ഇത്ര കണ്ട് കണ്ണീരൊഴുക്കിയ ഒരു മഹാപ്രതിഭ മുസ്ലിം ലോകത്ത് വേറെയുണ്ടായിട്ടില്ല. ആ മഹാനുഭാവന്റെ മരണത്തിൽ ക്രിസ്തീയ പുരോഹിതൻ വേദനിച്ചു കരയുമ്പോ അദ്ദേഹത്തോട് ഇതേ ചോദ്യം ഉന്നയിക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം നിങ്ങളുടെ മതവിശ്വാസിയല്ലല്ലോ, പിന്നെ എന്തിന് കരയണം? അദ്ദേഹം കൊടുത്ത മറുപടി, he was a light. അദ്ദേഹം ഒരു പ്രകാശമായിരുന്നു. അദ്ദേഹം ഒരു പ്രകാശമായിരുന്നു. ഇരുട്ടുകൾക്ക് വെളിച്ചം നൽകുന്ന പ്രഭയായിരുന്നു അദ്ദേഹം. That has been put off. ആ വെളിച്ചമാണ്, വിളക്കാണ് ഇന്ന് കെട്ടുപോയിരിക്കുന്നത്. ഒരു വിളക്ക് ലോകത്തിന് നഷ്ടപ്പെട്ടു എന്ന് മുസ്ലിമേതര സമുദായത്തിലെ നേതാക്കന്മാർ പോലും പറയാൻ ഇടവന്ന ഒരു മഹാപ്രതിഭ. 2.5 വർഷമാണ് ഭരണം. ഈ ശവ്വാലിലാണ് മരണം. ഖബറിലേക്ക് ആളുകൾ അവിടെ മയ്യിത്ത് താഴെ വെക്കുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ശുദ്ധമായ ശരീരം ഖബറിലേക്ക് താഴെ വെക്കുമ്പോ ഖബറിൽ നിന്നൊരു ചെറിയ കടലാസിന്റെ കഷ്ണം, ഒരു തോൽ കഷ്ണം ലഭിച്ചിട്ടുണ്ട്. ഹാദാ ഫിദാഉക മിനന്നാർ. ഉമറേ, നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിതനാണെന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണിത്. നിങ്ങൾക്ക് നരകമില്ല, നരകശിക്ഷയില്ല, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ലോകത്ത് തന്നെ വിവരം കിട്ടി ലോകത്തോട് വിട പറഞ്ഞ പ്രഗൽഭനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ മകനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഉമർ എന്നവർ മദീനയിൽ മദീനയിൽ റോന്തു ചുറ്റുമ്പോ ഒരു ഉമ്മ തന്റെ മോളോട് പറയുന്ന ഒരു സംഭാഷണം ഫാറൂഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നുണ്ട്. നേരം വെളുക്കാറായിട്ടുണ്ട്. പാല് കറന്ന് വിൽക്കുന്ന പെണ്ണിനോട് മോളോട് ഉമ്മ പറയുന്നു, മോളെ എഴുന്നേൽക്ക്, വേഗം പാല് കറന്നിട്ട് പാലിൽ വെള്ളം ചേർക്കണം. മോളെന്ത് പറഞ്ഞു? ഉമ്മ, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ പറഞ്ഞിട്ടില്ലയോ, ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ ഏർപ്പാട് ചെയ്യാൻ പാടില്ലെന്ന്, പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ?
ഉമ്മയുടെ മറുപടി, മോളെ അത് കാണാൻ ഉമർ എവിടെയാണ്? ഈ പുലർച്ചെ നേരത്ത് ഉമർ ഇത് കാണുന്നുണ്ടോ? എന്തിനാണ് മോൾ ഉമറിനെ പേടിക്കുന്നത്? ഫാറൂഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ച് കേൾക്കുന്നു ഈ സംഭാഷണം. മോൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഉമർ എന്ന ഭരണാധികാരി കാണുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും എല്ലാം കാണുന്ന തമ്പുരാൻ, ലാ തഅഖുദുഹു സിനസുൻ വലാ നൗം, ഉറക്കമോ തൂങ്ങി ഉറക്കം പോലും ബാധിക്കാത്ത അല്ലാഹു ജല്ല ജലാലു നമ്മളെ കാണുന്നുണ്ടല്ലോ ഉമ്മ, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞ സത്യസന്ധയായ അള്ളാഹുവിനെ വഴിപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ആ വീട് അടയാളം വെച്ചിട്ട് ഉമർ എന്നവർ വീട്ടിലേക്ക് തിരിച്ചു വന്ന് മക്കളോട് ചോദിക്കുന്നു, മക്കളെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ചെറുപ്പക്കാരിയായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അന്നത്തെ വിവാഹത്തിന്റെ രീതികൾ അങ്ങനെയാണ്. സമ്പത്തുണ്ടോന്ന് ഇന്ന് നോക്കുക, വാപ്പാക്ക് എത്ര വരുമാനം ഉണ്ടെന്ന് നോക്കുക, എന്ത് കൊടുക്കും, കച്ചവടമാണല്ലോ, കച്ചവട പരിപാടിയാണ് കല്യാണങ്ങളൊക്കെ. അസ്തഗ്ഫിറുല്ലാഹ്. ക്വാളിറ്റി നോക്കിയിട്ടാണെന്ന് വിവാഹം, ക്വാളിറ്റി നോക്കിയിട്ടാണ്. മഹാനായ മുബാറക് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഉടമസ്ഥൻ, യജമാനൻ തന്നെ സ്വാതന്ത്ര്യത്തിൽ നിന്നും മോചിപ്പിച്ച് തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈവിടുമ്പോ മഹാനവറുകളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മുബാറക്കേ, ഞാൻ എന്റെ മകളെ വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, ആരെയാണ് ഞാൻ പുതിയാപ്പിളയായി സ്വീകരിക്കേണ്ടത്? അപ്പൊ മുബാറക് എന്നവർ പറഞ്ഞു, യജമാനരേ, മൂസ ഇബ്നു മറിയം എന്ന് പറഞ്ഞ തന്റെ യജമാനനോട് മുബാറക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പുത്രനാണ് ലോക പ്രശസ്തനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ആ മുബാറക് എന്നവർ അടിമയായിരുന്നു. യജമാനരെ, ജൂതന്മാർ വിവാഹം ചെയ്യിക്കാറുണ്ട്, സമ്പത്ത് നോക്കിയിട്ട് വിവാഹം ചെയ്യിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ മകൾക്ക് വിവാഹിതനാകാൻ പോകുന്ന ചെറുക്കന്റെ കയ്യിൽ നന്നായി കാശ് വേണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജൂതന്മാർ അങ്ങനെ ചെയ്യാറുണ്ട്. സമ്പത്തും സൗന്ദര്യവും മാത്രം നോക്കി ക്രിസ്ത്യാനികൾ വിവാഹം ചെയ്യിക്കാറുണ്ട് നമ്മുടെ നാടുകളിൽ അന്നത്തെ കാലഘട്ടം. എന്നാൽ നിങ്ങൾ നോക്കുന്നത് സത്യവിശ്വാസമാണെങ്കിൽ, ഇസ്ലാമിക ആചാരമാണെങ്കിൽ, നിങ്ങളുടെ മകൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ പുതിയാപ്പിളയായി സ്വീകരിക്കുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുവല്ലോ, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാലിൻ, ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്ന സാഹചര്യം വിവരിച്ചുകൊണ്ട് നബി തങ്ങൾ അവിടെ സൗന്ദര്യവും സമ്പത്തും കുടുംബവും തറവാടും പറഞ്ഞിട്ട് ഹബീബ് പറഞ്ഞല്ലോ, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള ഒരു കുട്ടിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെൺകുട്ടി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന, തന്നെ തന്റെ വീട്ടുകാരോ അനുജനോ ജ്യേഷ്ഠനോ വാപ്പയോ വീക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ, അവളെയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത്. റസൂലുള്ളാഹി തങ്ങളുടെ ഈ സാരോപദേശം മുബാറക് എന്നവർ തന്റെ യജമാനന് ഉപദേശിച്ചപ്പോഴാണ് അടിമയായിരുന്ന എന്നാൽ സത്യസന്ധനായിരുന്ന മുബാറക് എന്നവർക്ക് തന്റെ മോളെ മഹാനവറുകളുടെ യജമാനൻ വിവാഹം ചെയ്യിച്ചു കൊടുക്കുന്നത്. തിരിച്ചു വരാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ വാപ്പയായി എനിക്ക് വിവാഹം ചെയ്യാനുള്ള കൊതിയുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, എന്നാൽ എനിക്കിന്ന് അതിനാഗ്രഹമില്ല, ഞാനത് ഉദ്ദേശിക്കുന്നില്ല. മക്കളെ, നിങ്ങളിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ സത്യസന്ധയായ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്, ആരാണ് വിവാഹം ചെയ്യാൻ ഒരുക്കമുള്ളത് എന്ന് തന്റെ പ്രായപൂർത്തിയായ മക്കളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമൻ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ആസിം റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, ഉപ്പാ, ഞാൻ വിവാഹം ചെയ്യാം. ആസിം എന്നവരെ കൈപിടിച്ച് ഉമർന്നവരെ കൊണ്ടുപോയി, പാലിൽ വെള്ളം ചേർക്കില്ല, ഉമ്മ പറഞ്ഞാൽ തന്നെയും ഒരനീതിക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ്
മനുഷ്യരെ വഞ്ചിക്കുന്നത്, കച്ചവടങ്ങളിൽ വഞ്ചന ചെയ്യുന്നത് സ്രഷ്ടാവായ അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് വഞ്ചന ചെയ്യാൻ പാടില്ലെന്ന വലിയൊരു പാഠം ലോകത്തോട് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മച്ചുകളിൽ മാതൃകാ വനിതയായ ഒരു പെൺകുട്ടി തന്റെ ഉമ്മയെ തിരുത്തിയപ്പോ ആ പെൺകുട്ടിയെ തന്റെ മകന് പുതിയ പെണ്ണായി തന്റെ മകന് ഭാര്യയായി നിശ്ചയിക്കുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ മോളിൽ അബ്ദുൽ അസീസ് എന്ന മോൻ ജനിക്കുന്നു. ആ മകന് ജനിച്ച മോനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പാരമ്പര്യത്തിലൂടെ നോക്കിയാൽ ഉമർ എന്നവരിലേക്ക് എത്തിച്ചേരും ഉമ്മ വഴിക്ക്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു രാജകുമാരനായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ, രാജകുമാരനായിരുന്നു. ആർഭാടം എല്ലാം അനുഭവിച്ചവർ. പക്ഷേ അള്ളാഹുവിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു നടക്കാൻ ഒരു അവസരം അള്ളാഹു നൽകിയപ്പോൾ എല്ലാം വിട്ടേച്ചു പോന്നു. അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം. ഒരുപക്ഷേ നമ്മൾ അറിയാതെ തിന്മയുടെ വഴികളിലൂടെ കടന്നുപോയ വർഷങ്ങൾ നമ്മുടെ പിന്നിൽ സങ്കടങ്ങൾക്ക് കാരണമാകുമ്പോൾ അള്ളാഹു നിശ്ചയിച്ചൊരു വഴിത്തിരിവിലെത്തുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഊർജ്ജസ്വലമായ ഓട്ടമായിരിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ കൈക്കൂലി വാങ്ങുകയും അതിക്രമം ചെയ്യുകയും ജനങ്ങളുടെ സമ്പത്ത് അപഹരിക്കുകയും ചെയ്ത ഒരു കൂട്ടം രാജാക്കന്മാരുടെ പിന്മുറക്കാരനായിട്ടാണ് വരുന്നത്. അമവി ഭരണാധികാരികളെ തിരുത്തിയാണ് കടന്നു വരുന്നത്. ഇതിൽ അത്ഭുതം മഹാനവറുകളുടെ 2.5 വർഷത്തെ ജീവിതമാണ് 25 നൂറ്റാണ്ടിന്റെ പാഠങ്ങൾ ഈ സമുദായത്തിന് നൽകിയത്. നമ്മുടെ വിഷയത്തിന്റെ ശീർഷകം അതാണ്. 2.5 വർഷത്തെ ജീവിതം, 25 നൂറ്റാണ്ടുകളുടെ പാഠങ്ങൾ. ആ പാഠങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകും. ചിന്തകൾ, ചില ഇൻസ്പിറേഷൻ നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വന്നത് നമുക്ക് ലാഭമായി, ഇരുന്നത് നമുക്ക് ലാഭമായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. അബ്ദുൽ മലിക്കിന്റെ മോളാണത് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. തന്റെ ഉപ്പ രാജാവാണ്, സഹോദരൻ രാജാവാണ്, വല്യുപ്പ രാജാവാണ്, ഭരണാധികാരിയാണ് തന്റെ ഭർത്താവ്. ബിൻതുൽ ഖലീഫതി വൽ ഖലീഫതു ജദ്ദുഹാ ഉഖ്തുൽ ഖലായിഫി വൽ ഖലീഫതു സൗജുഹാ. بنت الخليفة والخليفة جدها أخت الخلائف والخليفة زوجها. ഭരണാധികാരിയാണ് വാപ്പ, ഭരണാധികാരിയാണ് ഭർത്താവ്, ഭരണാധികാരികളാണ് സഹോദരങ്ങൾ. അവർക്കിടയിൽ ഏകയായൊരു മോള്, ഏകയായൊരു സഹോദരി, അതാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹ. അവരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരുടെ പ്രിയപ്പെട്ട ഭാര്യ. ഭരണാധികാരം ഏറ്റെടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, ഫാത്തിമ, എന്റെ ഇനിയുള്ള കാലം ഞാൻ അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഫാത്തിമ, നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമെങ്കിൽ എന്റെ കൂടെ ആവാം. അതല്ല, നിങ്ങൾക്ക് സുഖലോലുപനായ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലിത്തരാം. നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടും. രാജകുമാരിയാണ് ഫാത്തിമ. എന്റെ ജീവിതം ഇനി ഞാൻ അല്ലാഹുവിന് സമർപ്പിക്കാൻ പോവുകയാണ്. എന്റെ കൂടെ വേണോ? അതല്ല, നിങ്ങൾക്ക് നല്ല ഒരു പുതിയൊരു ഭർത്താവിനെ വേണോ? ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് വേറൊരാളിന്റെ കൂടെ കഴിയാം. ബീവി പറഞ്ഞു, ഭർത്താവേ, നിങ്ങളില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. നിങ്ങൾക്ക് ആഖിറമെങ്കിൽ എനിക്കും അത് തന്നെയാണ് വേണ്ടത്. എന്നാൽ ഫാത്തിമ, നിങ്ങളുടെ കഴുത്തിലണിയുന്ന വൈഡൂര്യങ്ങളുണ്ട്, മരതക കല്ലുകളുണ്ട്, ഡയമണ്ടുകളുണ്ട്. ആ കല്ലിന്റെ ആഭരണം കോടികൾ വിലമതിക്കുന്നതാണ്. ഫാത്തിമ, നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ വിവാഹത്തിന് സമ്മാനമായി നൽകിയ ഈ മാല നിങ്ങളൊന്ന് അടിച്ചു വെക്കുമോ? അത് ഇനി നിങ്ങൾക്ക് വേണ്ട. എന്തുപറ്റി? നിങ്ങളുടെ ഉപ്പ ആ മാല നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരുന്നത് ഉപ്പയുടെ സമ്പാദ്യം കൊണ്ടായിരുന്നില്ല. പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ, വിശ്വാസികളുടെ സമ്പത്തിൽ നിന്നാണ് നിങ്ങളുടെ കഴുത്തിലേക്ക് ഈ മാല വന്നത്. അതുകൊണ്ട് ഫാത്തിമ, എന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ
ആ കൈകളിലെ വളകളൊന്ന് ഊരിവെക്കുക, കഴുത്തിലെ മാലയൊന്ന് ഊരിവെക്കുക. എന്നിട്ട് അത് മുഴുവനും ബൈത്തുൽ മാലിലേക്ക്, മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിലേക്ക് കൊടുക്കണം. ഈ സമുദായത്തിലെ പാവപ്പെട്ടവരുടെ അവകാശമാണത്. അതുകൊണ്ട് ഫാത്തിമ, നിങ്ങൾ എന്റെ കൂടെ ജീവിക്കാൻ ഒരുക്കമെങ്കിൽ ആഭരണങ്ങൾ ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണം. നമ്മുടെ ഒരു ഭാര്യയാണെങ്കിൽ ഇവിടെ എന്ത് പറയും? നമ്മുടെ പെങ്ങളാണെങ്കിൽ, നമ്മുടെ ഉമ്മയാണെങ്കിൽ, കോടികൾ വിലമതിക്കുന്ന, ലക്ഷക്കണക്കിന് ദീനാറുകൾ വിലമതിക്കുന്ന വൈഡൂര്യങ്ങളാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിന്റെ മാലകളിൽ കിടക്കുന്നത്. എല്ലാം ഊരിവെച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ വഴിയിലേക്ക്, ബൈത്തുൽ മാലിലേക്ക് പാവപ്പെട്ടവരുടെ അവകാശമായി കടന്നോട്ടെ. എന്റെ കഴുത്തിൽ ഒരു മാലയില്ലാതെ, കൈകളിൽ വളകളില്ലാതെ, നിങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഞാൻ ജീവിക്കാൻ ഒരുക്കമാണ്. ആ ഒരു മോളാണ് ബിൻതുൽ ഖലീഫത്തി വൽ ഖലീഫത്തു ജദ്ദുഹാ ഉഖ്തുൽ ഖലായിഫി വൽ ഖലീഫത്തു സൗജുഹാ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. ആ ഒരു മഹദിയെ നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ത്യാഗമാണ് ആ മഹദി ചെയ്തത്. തന്റെ സമ്പാദ്യത്തിലെ തന്റേതെന്ന് പറഞ്ഞുകൂടാ, ഉപ്പതെന്ന വിവാഹത്തിന്റെ സമ്മാനങ്ങളിലെ ഏറ്റവും പ്രൗഢമായ മാലകളും വൈഡൂര്യങ്ങളടങ്ങിയ, കല്ലുകളടങ്ങിയ വിശിഷ്ടമായ ആഭരണങ്ങളും അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 2.5 വർഷം കൊണ്ട് മരിക്കുകയാണ്. മരണം സംഭവിക്കുമ്പോ ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ, ട്രഷറിയുടെ സൂക്ഷിപ്പുകാരൻ ഫാത്തിമയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫാത്തിമ, ഫാത്തിമ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങളുടെ കഴുത്തിൽ നിങ്ങളുടെ ഉപ്പ തന്നിട്ടുള്ള ആ ആഭരണങ്ങൾ ഞാൻ ആർക്കും കൊടുക്കാതെ മാറ്റിവെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു തരാൻ. അത് തരട്ടെയോ? ഭർത്താവ് മരിച്ചില്ലേ? ഭർത്താവ് പറഞ്ഞു നിങ്ങളോട് ഊരിവെക്കാൻ, അപ്പോഴല്ലേ ഊരിവെച്ചത്, ഇനി നിങ്ങൾക്ക് അണിഞ്ഞുകൂടെ? ഭർത്താവ് മരിച്ചില്ലയോ? ഇത് പറഞ്ഞപ്പോ ആ മഹദി കൊടുത്ത മറുപടി, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ കണ്ണു തുറപ്പിക്കണം. മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅഅസിയഹു മയ്യിതാ. ജീവിച്ചിരിക്കുന്ന കാലത്ത് അനുസരിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയല്ല ഞാൻ. എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ആ അഴിച്ചുവെച്ച ആഭരണം ഞാൻ അങ്ങെടുത്തുകൂടെ എന്ന് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ, മരിച്ചു കഴിഞ്ഞാലും ഞാൻ എന്റെ ഭർത്താവിന് അനുസരിക്കുന്നു എന്ന് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. സഹോദരിമാരെ, ഭർത്താവ് നാട്ടിലുള്ളപ്പോഴും ഗൾഫിലുള്ളപ്പോഴും 2 സ്വഭാവം കാണിക്കുന്നവര്, അരികത്തുണ്ടാകുമ്പോഴും അകലങ്ങളിലുണ്ടാകുമ്പോഴും 2 പെരുമാറ്റച്ചട്ടങ്ങൾ, 2 തരം കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്നവർ ഓർക്കുക. മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅഅസിയഹു മയ്യിതാ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്വഭാവം, മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്വഭാവം. ഞാനതിനില്ല എന്ന് മറുപടി കൊടുത്ത തന്റേടിയായ മോളാണ് അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ മകൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരിയുടെ ഭാര്യ, മസ്ലമയുടെ വലീദിന്റെ പെങ്ങൾ, മഹദിയായ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹാ. ആ ദമ്പതികൾക്ക് ജനിച്ച മോനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു എന്ന 2ാം ഖലീഫക്ക് ഒരു മോനുണ്ട്, അബ്ദുള്ള. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന 2ാം ഉമർ എന്നവർക്കുമുണ്ട് ഒരു അബ്ദുള്ള എന്ന മകൻ. പെരുന്നാൾ ദിവസം നാട്ടിലുള്ള മക്കളെല്ലാം ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, മുന്തിയ ഭക്ഷണം കഴിച്ച്, സന്തോഷത്തോടെ കളിപ്പാട്ടങ്ങളുമായി കൈകളിൽ സമ്മാന പൊതികളുമായി രാജാവിനെ കാണാൻ കടന്നു വരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ആ മക്കളെ കാണുമ്പോ സന്തോഷത്തോടെ ഹസ്തദാനം ചെയ്ത് പെരുന്നാളിന്റെ ആശംസകൾ നേർന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ മുമ്പിലൂടെ കടത്തിവിടുമ്പോൾ തന്റെ അരികത്തുള്ള തന്റെ പിഞ്ചു മക്കളെ കണ്ട് കരയുകയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്താണ് കാരണമെന്നറിയുമോ?
തന്റെ രാജാവായ തന്റെ മക്കളിട്ട വസ്ത്രത്തെക്കാളും എത്രയോ മുന്തിയ വസ്ത്രമാണ് നാട്ടുകാരുടെ മക്കളുടെ വസ്ത്രങ്ങൾ. സ്വന്തം മക്കളെ കീറിപ്പറിഞ്ഞ വസ്ത്രമാണ്, തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം. മഹാനവറുകൾ കരയുമ്പോൾ 6-7 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുകുട്ടിയാണ് ചോദിച്ചത്, യാ അബതാ, ഉപ്പാ, എന്താണ് മായുബിക്കീക, എന്തിനാണ് നിങ്ങൾ കരയുന്നത്, എന്തിനാണ് ഈ കരച്ചില്? പറഞ്ഞു, മക്കളെ, മോനെ, നിന്റെ ദേഹത്തിരിക്കുന്ന വസ്ത്രം കാണുമ്പോൾ ഉപ്പാക്ക് സങ്കടം തോന്നുന്നു. ഉപ്പയുടെ സ്വന്തം സമ്പാദ്യം, സ്വന്തം കാശ്, അതുകൊണ്ട് നല്ലൊരു വസ്ത്രം വാങ്ങിച്ചു തരാൻ കഴിയാതിരിക്കുകയും എന്നാൽ ഉമ്മത്തികളുടെ പൊതുസ്വത്തിൽ നിന്ന്, പൊതുഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ എന്നെ കൊണ്ട് സാധ്യമാവാതിരിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഈ സമുദായത്തിന്റെ പൊതുസ്വത്ത് എന്റെ മക്കൾക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല വസ്ത്രം വാങ്ങിച്ചു തരാൻ കഴിയാതെ കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോ ഉപ്പാക്ക് നിങ്ങളെ കാണുമ്പോൾ സങ്കടമുണ്ട് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മകൻ കൊടുത്ത മറുപടി നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ മറുപടി കൊടുക്കാൻ മക്കൾക്കുണ്ടായ തന്റെ ഇടം നല്ല ഒരു ഉമ്മയിൽ നിന്നാണ്, നല്ലൊരു ഉപ്പയിൽ നിന്നാണ് ആ മക്കൾ ജനിക്കുന്നത്. യാ അബതാ ഇന്നമാ യബ്കി മൻ അസാ റബ്ബാഹ് വഅഖ ഉമ്മഹു വഅബാഹ് വഅന ലസ്തു മിമ്മൻ യഫ്അലു ദാലിക്. ഉപ്പാ, കരയേണ്ടത്, സങ്കടപ്പെടേണ്ടത് അല്ലാഹുവിനനുസരിക്കാതെ ജീവിക്കുന്നവനല്ലയോ? സങ്കടപ്പെടേണ്ടത് സ്രഷ്ടാവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇനിയും അവസരം കിട്ടാത്തവനല്ലയോ? കരയേണ്ടത് അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മറികടക്കുന്നവനല്ലയോ? വഅസാ ഉമ്മഹു വഅബാഹ്, പ്രിയപ്പെട്ട ഉപ്പയെ, പ്രിയപ്പെട്ട ഉമ്മയെ അനുസരിക്കാതെ ജീവിക്കുന്ന മക്കളല്ലേ കരയേണ്ടത്? ഉപ്പാ, ഞാൻ കരയില്ല, കാരണം ലസ്തു മിമ്മൻ യഫ്അലു ദാലിക്, ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുന്ന മോനാണ്, എന്റെ ഉപ്പയായ നിങ്ങളെ അനുസരിക്കുന്ന മോനാണ്. അതുകൊണ്ട് വസ്ത്രത്തിന്റെ പേരിൽ ഞാൻ കരയൂല, വസ്ത്രത്തിന്റെ പേരിൽ ഞാൻ കരയൂല. കരയേണ്ട വിഷയമല്ല അത്. കരയേണ്ടത് മാതാപിതാക്കളുടെ കണ്ണുനീർ പൊഴിക്കുമ്പോഴാണ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുമ്പോഴാണ്, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുമ്പോഴാണ്. ഞാനത് ചെയ്തിട്ടില്ലല്ലോ ഉപ്പ, പിന്നെ എന്തിനാണ് ഞാൻ കരയേണ്ടത്? ഉപ്പ എന്തിനാ കരയുന്നത്? നല്ല സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടില്ലയോ? ഇനി എന്തിനുപ്പ കരയണം? എന്തിന് നിങ്ങൾ കരയണം? അങ്ങനെ ഒരു മറുപടി, തന്റെ ഇടമുള്ള ഒരു മറുപടി ചെറിയ പ്രായക്കാരനായ ഒരു കുഞ്ഞ് തന്റെ വാപ്പയോട് നൽകിയത് 2.5 വർഷത്തെ തന്റെ ഭരണകാലത്തിനിടക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോനാണെന്ന് ഓർക്കണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന് വേണ്ടി ജീവിച്ച മഹാൻ. 2.5 വർഷത്തിനിടയിൽ പേടിയായിരുന്നു, റബ്ബിനെ വല്ലാത്ത ഭയം. അള്ളാഹുവിനെ ഈ ലോകത്ത് ഭയക്കുന്നവർക്ക് നാളെ ഭയക്കേണ്ടി വരില്ല. ഇവിടെ പേടിക്കുന്നവർക്ക് നാളെ പേടിക്കേണ്ടി വരില്ല. ഇവിടെ അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്നവർക്ക് നാളെ പരലോകത്ത് നന്നായി പേടിക്കേണ്ടി വരും. അള്ളാഹുവേ, അല്ലാഹുമ്മ അശ്റുനാ മിനൽ ആമിനീൻ, പേടിയില്ലാതെ പുനർജന്മം നൽകപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, വഇസ്സതി വജലാലി ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈൻ വലാ അജ്മഉ ലഹു അംനൈൻ ഇൻ അമ്മൻതുഹു ഇൻ അമ്മനനി ഫിദ്ദുനിയ خوفته في الآخرة وإن خافني في الدنيا أمنته يوم القيامة. 2 പേടിയും 2 നിർഭയവും ഒരു മനുഷ്യനും ഞാൻ നൽകില്ല, ഒരാണിനോ ഒരു പെണ്ണിനോ. അല്ലാഹു പറയുന്ന വാക്കാണത്, ഹദീസ് ഖുദ്സി. 2 പേടി. ഇവിടെ പേടിച്ചു അല്ലാഹുവിനെ, നാളെ പേടിക്കേണ്ടി വരില്ല. എന്നെ ഇവിടെ പേടിച്ചാൽ നാളെ അവർക്ക് പേടിക്കേണ്ടി വരില്ല. ഇവിടെ എന്നെ പേടിക്കാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെ മറികടന്ന് ജീവിച്ചാൽ
നാളെ അവർക്ക് പേടിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ ദാസന്, എന്റെ ദാസിക്ക് 2 പേടിയും 2 നിർഭയവും ഞാൻ കൊടുക്കുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്തിന് വേണ്ടി ഒരുങ്ങേണ്ടവർ നമ്മൾ. എത്ര ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന്. നമ്മളതിന് ഒരുങ്ങിയോ? ഇന്ന് രാവിലെ സുബ്ഹിക്കാണ് 4 മണി സമയത്ത് മഹാനായ മുഹമ്മദ് ഫൈദി, നമ്മൾ അറിഞ്ഞില്ലേ, സുന്നി യുവജന സംഘത്തിന്റെ ട്രഷറർ, ജാമിഅ നൂരിയയുടെ സെക്രട്ടറി, മഹാനായ സമസ്തയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ സഹോദരൻ അനുജൻ കെ പി മുഹമ്മദ് ഫൈസി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇന്നലെ രാവിലെ എന്റെ സുഹൃത്ത്, ഞങ്ങളുടെ കൂടെ വാഹനം ഓടിക്കുന്ന ഞങ്ങളുടെ സുഹൃത്ത് ഷാഫി, ഇന്നലെ രാവിലെ ഈ എളാപ്പയെ ചെന്ന് കണ്ട് 2 മണിക്കൂർ മൗലാന ഹോസ്പിറ്റലിൽ സംസാരിച്ചു. ഒരു കുഴപ്പമില്ല, ഡെങ്കിപ്പനി വന്നതാണ്. എത്ര ആളുകൾക്ക് പനി പിടിച്ചു മരിക്കുന്നു, എത്ര ചെറിയ ഒരു അസുഖമില്ലാത്ത ചെറുപ്പക്കാർ എത്ര പേര് മരിച്ചു. അള്ളാഹു നമ്മ എല്ലാവർക്കും കാവൽ നൽകട്ടെ, അള്ളാഹുവിന്റെ കാവൽ നൽകട്ടെ. മുഅ്മിനേ, ഇത്രയേ ഉള്ളൂ ജീവിതം. 2 മണിക്കൂർ സംസാരിച്ചു. ആ കൂട്ടത്തിൽ എന്നെക്കുറിച്ചും ചോദിച്ചു, ഷാഫിയുടെ വിഷയങ്ങളൊക്കെ അന്വേഷിച്ചു. റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയണം, നിരന്തരം ഓടി 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 കുറെ പ്രോഗ്രാമുകളായി തളർന്ന് അവശനായി പോകരുത്, ശ്രദ്ധിക്കണം എന്നൊക്കെ ഷാഫിയോടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. വളരെ വിഷമത്തിൽ ഉച്ചയ്ക്ക് വിവരം കിട്ടുന്നത് ആൾ ഐസിയുലാണ്. രാവിലെ കൂളായിട്ട് സംസാരിച്ച് സാധാ വിശ്രമിക്കുന്ന അവസ്ഥയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ഉച്ചയ്ക്ക് ഐസിയുവിലാണ്. പാതിരാത്രിയോടുകൂടെ ലോകത്തോട് വിട പറയാം, ഒരു അസുഖമില്ലാത്ത അവസ്ഥയിൽ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയോ? നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാണോ? അള്ളാഹുവിന്റെ മാലാഖ വിളിച്ചു കൊണ്ടുപോകുമ്പോ അത് പനിയാവാം, ആക്സിഡന്റ് ആവാം, ഏത് രീതിയിലാവാം, പെട്ടെന്നുള്ള മരണമാവാം, സ്ലോ മരണമാവാം. നമ്മളതിന് റെഡിയാണോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ മഹത്തുക്കൾ മുഹമ്മദ് ഫൈദിയുടെ ഭാര്യയുടെ ഉമ്മയും ഇന്ന് വൈകിട്ട് 5 മണിക്കോട് സമയം ഇന്ന് വിട പറഞ്ഞിട്ടുണ്ട്. 2 പേർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. 2 പേരുടെയും ഖബറിടം അല്ലാഹുവിനെ സ്വർഗ്ഗത്തോപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ വിടവ്, മഹാനായ മുഹമ്മദ് ഫൈദിയുടെ വിടവ് അല്ലാഹുവേ ഈ സമുദായത്തിൽ അതിന്റെ പകരക്കാരന് നൽകണേ തമ്പുരാനെ. ദീനിന്റെ വിഷയങ്ങളിൽ, ഈ സമുദായത്തിന്റെ വിഷയങ്ങളിൽ നെഞ്ചുറപ്പോട് ആർജവത്തോടുകൂടെ മുന്നോട്ട് നിന്ന് കാര്യങ്ങൾ പറയാനും തീരുമാനമെടുക്കാനും കഴിയുമായിരുന്ന ഒരു പ്രതിഭയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. സർവശക്തനായ അല്ലാഹു ആ മഹാനുഭാവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇന്ന് മണ്ണിനടിയിലാണ്, മറവ് ചെയ്ത് കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അല്ലാഹുവേ, يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സമ്പാദ്യമോ മക്കളോ ഉപകാരപ്പെടാത്തൊരു ദിവസമാണത്. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സംശുദ്ധമായ മനസ്സുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവരല്ലാതെ മറ്റു മുഴുവൻ ആളുകളും നഷ്ടത്തിലാണ് നാളെ പരലോകത്ത്. സംശുദ്ധമായ ഹൃദയം, ആ ഹൃദയത്തിനുള്ളിൽ സ്നേഹം അല്ലാഹുവിനോട്, കടപ്പാട് റബ്ബിനോട്, കടപ്പാടവന്റെ റസൂലിനോട്, കടപ്പാടവന്റെ ദീനിനോട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സമ്പാദ്യമോ മക്കളോ, നിങ്ങളുടെ ബിസിനസ്സുകളോ, നിങ്ങളുടെ വരുമാനമോ ഒന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശുദ്ധമായ ഹൃദയത്തോടുകൂടെ അല്ലാഹുവിനെ കണ്ടുമുട്ടിയവരൊഴികെ ബാക്കി ആരും രക്ഷപ്പെടില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ശുദ്ധമായ ഹൃദയത്തോടെ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണമേ. ജീവിതം ഉത്തരവാദിത്തങ്ങളാണ് എന്ന് വിചാരിച്ച് അങ്ങനെ പ്രവർത്തിച്ച, മാതൃക കാണിച്ച മഹാനുഭാവൻ ഭരണാധികാരം ഏൽപ്പിക്കപ്പെടുമ്പോ, ഖിലാഫത്ത് ഏൽപ്പിക്കപ്പെടുമ്പോൾ 20-ലേറെ രാജ്യങ്ങൾ ഇസ്ലാമിന്റെ ഭരണത്തിന് കീഴിലുണ്ട്. 20-ലേറെ രാജ്യങ്ങൾ, 20-ലേറെ രാജ്യങ്ങളുടെ അധിപനാണ് ഈ മഹാനുഭാവൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു
മഹാനവറുകൾ മിമ്പറിൽ കയറി ആദ്യത്തെ പ്രഭാഷണം തുടങ്ങുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ലഖദ് ബൂയിഅതു ബിൽ ഖിലാഫ അലാ ഗൈരി റഗ്ബത്തിൻ മിന്നി, എനിക്ക് യാതൊരു ആഗ്രഹവുമില്ലാതെ നിങ്ങൾ എന്നെ ഖലീഫയായി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇനി എന്റെ പെരടിയിലാണ്. ജനങ്ങളെ, നിങ്ങളാണ് എന്നെ തെരഞ്ഞെടുത്തത്. വേണമെങ്കിൽ എന്നെ ഒഴിവാക്കിക്കോ, വേണമെങ്കിൽ എന്നെ വേണ്ടെന്ന് വെച്ചോളൂ. നിങ്ങൾക്ക് തീരുമാനം മാറ്റിക്കളയാം. ഞാൻ തന്നെ വേണോ? ആളുകളൊക്കെ കരയാൻ തുടങ്ങി. 34 വയസ്സാണ് പ്രായം, യൗവനമാണ് സമയം. യൗവനത്തിന്റെ സമയത്താണ് മഹാനവറുകൾ ഖിലാഫത്തിലേക്ക് കടന്നു വരുന്നത്. ജനങ്ങളൊക്കെയും നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുൽ മുസ്തആൻ, നിങ്ങളാണ് ഞങ്ങളുടെ കാര്യം ഏറ്റെടുക്കേണ്ടത്, നിങ്ങളാണ് ഖലീഫ, നിങ്ങളാണ് ഭരണാധികാരി എന്ന് പറഞ്ഞപ്പോ മഹാനവറുടെ മറുപടി, അല്ലാഹുവിനെ അനുസരിക്കുന്നവരെ നിങ്ങൾ അനുസരിക്കണം. ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിച്ചേക്കണം. ഞാൻ അല്ലാഹുവിനെതിരാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല. ഫഇദാ അസ്വൈതുല്ലാഹ ഫലാ തഅത ലീ അലൈക്കും. ഇത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മിമ്പറിൽ നിന്നിറങ്ങിയ ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നിങ്ങളെ, ആ മഹാനുഭാവൻ ഇതുപോലെ ഒരു ശവ്വാൽ മാസത്തിലാണ് ലോകത്തോട് വിട പറഞ്ഞത്. മഹാനവറുകൾ ഭരണാധികാരം ഏറ്റെടുത്തത് മുതൽ പിന്നെ ഉറങ്ങിയിട്ടില്ലത്രേ. ക്ഷീണമായിരുന്നു, ഉറങ്ങാൻ കഴിയില്ല. ഉത്തരവാദിത്വത്തിന്റെ ഭാരം കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത മഹാൻ തന്റെ മുമ്പിലേക്ക് വരുന്നു. മഹാനായ ആബിദായ കഅബുൽ ഖുറദി റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ പറഞ്ഞു, ഉമറേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരല്ല, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന മഹാനാണിത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസെ കണ്ടപ്പോ അറിഞ്ഞില്ല കേട്ടോ, കണ്ടിട്ട് അറിഞ്ഞില്ല. ഡയബറ്റീസിന്റെ അസുഖമൊക്കെ ഉള്ള ആളുകൾ, ഒരുപക്ഷെ വർഷങ്ങളോളം പരസ്പരം കണ്ടുമുട്ടാത്ത സുഹൃത്തുക്കൾ കണ്ടുമുട്ടുമ്പോ, എന്തേ പഴയ തടിക്ക് എന്തായി, ആകെ ക്ഷീണിച്ചല്ലോ, ആകെ മെലിഞ്ഞല്ലോ, കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ കഅബുൽ ഖുറദി ചോദിച്ചു, ഉമറേ, ഖുറൈശി ചെറുപ്പക്കാരാ, നിങ്ങൾ എത്ര സുമുഖനായിരുന്നു, എന്തൊരു സൗന്ദര്യമായിരുന്നു, എന്തൊരു പ്രഭയായിരുന്നു, എത്ര ആർഭാടമുള്ള ജീവിതമായിരുന്നു. ഇന്നെന്തേ മെലിഞ്ഞത്, നിറം മങ്ങിയത്, വല്ലാതെ ക്ഷീണിച്ചുവല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ കഅബുൽ ഖുറദിയോട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ കൊടുത്ത മറുപടിയുണ്ട്, കഅബേ, എന്നെ ഇപ്പോൾ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്ന കഅബേ, ഞാൻ മരിച്ച് 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ഖബറൊന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിലും വലിയ അത്ഭുതം തോന്നില്ലയോ? എന്റെ കണ്ണുകൾ ഇല്ലാതാവുകയും എന്റെ ശരീരം അഴിയുകയും എന്റെ ശരീരത്തിന്റെ കൈകാലുകളുടെ ജോയിന്റുകൾ മുഴുവനും വേർപ്പെടുകയും എന്റെ ശരീരം കഷ്ണം കഷ്ണമായി വേർപിരിയുകയും പുഴുക്കളും ജന്തുജാലങ്ങളും എന്റെ ശരീരത്തിനുള്ളിലൂടെ താഴേക്കും മേലേക്കും കടന്നു പോകുന്ന രംഗം നിങ്ങൾ എന്റെ മരണശേഷം എന്റെ ഖബറൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഈ കാഴ്ചയെക്കാളും ഈ അത്ഭുതത്തെക്കാളും വലിയ അത്ഭുതമല്ലോ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇത് പറയേണ്ട താമസം കഅബ് റളിയല്ലാഹു അൻഹു കഅബുൽ ഖുറദിയും കൊട്ടാരത്തിലിരിക്കുന്ന, കൊട്ടാരം എന്ന് പറഞ്ഞുകൂടെ ബൈത്തുൽ ഹുക്മ, അധികാരത്തിന്റെ വീടൊരു ചെറിയ മൺകൂരയായിരുന്നു. അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും പൊട്ടിക്കരഞ്ഞു. ഫഅജ്ഹശൂ ബിൽ ബുകാ, ഒരു ജനാസയുടെ, ഒരു മയ്യത്തിന്റെ ജനാസ എടുക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ കരഞ്ഞുകൊണ്ടാണ് അവർ എഴുന്നേൽക്കുന്നത് എന്ന് കഅബുൽ ഖുറദി റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ സജ്ജനങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ്, നല്ല മനുഷ്യരെ ഇഷ്ടമായിരുന്നു. രാജാക്കന്മാർ, മന്ത്രിമാർ, ഭരണാധികാരികൾ, കൂടെയുള്ള ആളുകൾ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അവരുടെ സ്വഭാവങ്ങൾ. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അഹ്ലക ഫിർഔന ഹാമാൻ, ഫിർഔൻ നശിക്കാൻ കാരണം തന്റെ മന്ത്രിയായ ഹാമാനാണ്.
ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് മുഴുവനും കൈയടിക്കുകയും ആശീർവദിക്കുകയും ഈ ചെയ്യുന്ന തിന്മ നല്ലതാണെന്ന് പറയുകയും ചെയ്ത് കൂടെ നിൽക്കുന്ന ശിങ്കിടികളാണ് ഒരു മനുഷ്യനെ പഴപ്പിക്കുന്നത് എന്നർത്ഥം. ആ ആശയം പഠിപ്പിക്കാൻ ഫറോവയെ നശിപ്പിച്ചത് തന്റെ മന്ത്രി ഹാമാനാണ് എന്ന് പറയാറുണ്ട്. വിശുദ്ധ ഖുർആൻ സജ്ജനങ്ങളുടെ കൂടെ ജീവിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യവിശ്വാസികളെ, സൂറത്തുൽ കഹ്ഫിലെ ആയത്താണ് ഞാൻ ഓതാൻ പോകുന്നത്. ദീനിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന പരിഹാരമാണത്. ഒറ്റക്ക് നടക്കുമ്പോൾ അനാവശ്യമായത് കാണാനോ കേൾക്കാനോ അറിയാനോ ചെയ്യാനോ അവസരങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ സജ്ജനങ്ങളുടെ കൂടെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ, അള്ളാഹുവിലേക്ക് നമ്മളെ നയിക്കുന്നവരുടെ കൂടെ, അത് ഫിസിക്കലി അല്ലെങ്കിൽ തന്നെയും നമുക്ക് നല്ലൊരു പ്രഭാഷണം കേൾക്കുന്നു, ഒരു വാഴ കേൾക്കുന്നു, സാരോപദേശം കേൾക്കുന്നു, വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കുന്നു, നമ്മൾ സജ്ജനങ്ങളുടെ കൂടെയുള്ളതുപോലെയാണ്. എന്നാൽ ഒറ്റക്കിരിക്കുമ്പോൾ മറ്റ് പിശാചിന് ഇഷ്ടമുള്ള തിന്മകളാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ പിശാചുക്കളുടെ കൂടെ തന്നെയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ സജ്ജനങ്ങളെ കൂട്ടുകാരായി വേണം. സജ്ജനങ്ങൾ, മുഅ്മിനീങ്ങൾ കൂട്ടുകെട്ട് വേണം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه واتبع هواه وكان أمره فرطا. പരിശുദ്ധരായ നബിയേ, അല്ലാഹുവിനെ രാവിലെയും വൈകുന്നേരവും നിരന്തരം എപ്പോഴും ഓർക്കുന്ന സജ്ജനങ്ങൾ, അവര് പാവപ്പെട്ടവരായിരിക്കാം, അവരുടെ കൂടെ ക്ഷമിച്ചു ജീവിക്കണം നബിയേ. സജ്ജനങ്ങളുടെ കൂടെയാണ് ജീവിക്കേണ്ടത്. അവര് പാവപ്പെട്ടവരാണെങ്കിൽ തന്നെയും ക്ഷമയോടുകൂടെ മുത്തഖീങ്ങളായ മനുഷ്യരെ നിങ്ങളുടെ കൂട്ടുകാരായി കൊണ്ട് നടക്കണം. അവരാണ് നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടുത്തി തരിക. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് എന്നവർ പറയുമായിരുന്നത്, അലൈക്കും ബിൽ ഇഖ്വാൻ ഫഇന്നഹും ഇസ്സുൻ ലക്കും ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് അഭിമാനം നൽകും നല്ല കൂട്ടുകാർ. അതുകൊണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം നമുക്കൊക്കെ, നല്ല കൂട്ടുകാർ. കഴിഞ്ഞ കാലം മറക്ക്, കഴിഞ്ഞ കാലത്തെ ചിന്മകൾ മറന്നുകള, തൗബ ചെയ്യ, അല്ലാഹുവിനോട് പശ്ചാത്തപിക്ക്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒരു തരം അല്ലാഹുവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു തരം നല്ല കൂട്ടുകെട്ട്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടുകെട്ട്, ആ സൗഹൃദ ബന്ധം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ആ ഫ്രണ്ട്ഷിപ്പ് ഉദ്ദേശിച്ച് സജ്ജനങ്ങളെ അവിടുത്തെ സദസ്സിലേക്ക് വിളിക്കുമായിരുന്നു. എന്നിട്ട് പറയും, എന്റെ സദസ്സ്, ഈ സദസ്സിൽ 3 കണ്ടീഷൻസ് ഉണ്ട്, 3 നിബന്ധനകൾ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓൺലൈൻ ജീവിതത്തിൽ, നമ്മുടെ സോഷ്യൽ മീഡിയകളിലെ ജീവിതങ്ങളിൽ ഈ നിബന്ധനകൾ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ പറഞ്ഞു, എന്റെ മജ്‌ലിസിലേക്ക് നിങ്ങൾ വരുമ്പോൾ ലാ തഗ്താബു വലാ തഈബു ഫീ മജ്‌ലിസി അഹദാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചും അരുതാത്തത് പറയരുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചും നിങ്ങൾ പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യരുത്. ഒരാളെയും അധിക്ഷേപിക്കരുത്. ഒരാളെ സംബന്ധിച്ചും പരദൂഷണം പറയരുത്. ഒന്നാമത്തെ നിബന്ധനയാണത്. 2, ലാ തതഹദ്ദസൂ ഫിദ്ദുനിയാ. ഈ ലോകത്തിന്റെ ചർച്ചകൾ എന്റെ സദസ്സിൽ വേണ്ട. പരലോകമാകട്ടെ ചർച്ച, മരണത്തിന് ശേഷമുള്ള ജീവിതമാകട്ടെ ചർച്ച. മൂന്നാമത്തേത്, അല്ലാ തംസഹു വഅന ജാലിസുൻ അബദാ. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ തരം താഴ്ന്ന തമാശകൾ പറയരുത്. നിങ്ങൾ തരം താഴ്ന്ന തമാശകൾ പറയരുത്. എന്റെ സദസ്സിലിരിക്കുമ്പോ ആരെയും കുറ്റം പറയരുത്. എന്റെ സദസ്സിലിരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കണേ. ദുനിയാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്. ആ നിബന്ധനയാണ് മഹാനവറുകൾ തന്റെ കൂട്ടുകാരോട് വെച്ചത്. ആ നിബന്ധന പാലിച്ചുകൊണ്ട് അവരവരുടെ സദസ്സിലിരിക്കുമ്പോൾ അവർ എഴുന്നേൽക്കുന്നത്
കഅന്നമൻ ഫളൂ അൻ ജനാസ, ഒരു മയ്യത്തിന്റെ ജനാസ എടുക്കുന്ന സദസ്സ് പോലെയായിരുന്നു അത്. സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കിടാവാണ്. ഉമർ തങ്ങളുടെ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ മകൻ അബ്ദുള്ള, അവരുടെ മകൻ സാലിം മഹാനായ പണ്ഡിതനാണ്. അവരോട് പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, സാലിമേ എന്നെ ഉപദേശിച്ചുതാ. വല്ലാത്തൊരു ഉപദേശം. അന്നൊക്കെ രാജാക്കന്മാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പണ്ഡിതന്മാരെ കൊട്ടാരത്തിലേക്ക് വിളിക്കും, അവരോട് പറയും എന്നെ ഉപദേശിക്കേ. അവരങ്ങനെ ഉപദേശിക്കും. മരണത്തെക്കുറിച്ച് പറയും, പരലോകത്തെക്കുറിച്ച് പറയും. അത് കേട്ട് പൊട്ടിക്കരയും. ഹാറൂൺ റഷീദ് അങ്ങനെയാണ്, ഖലീഫ മൻസൂർ അങ്ങനെയാണ്. ബോധം കെട്ട് വീഴും. എനിക്കിനിയും പറഞ്ഞുതാ എന്ന് പറയും. സജ്ജനങ്ങളെ കൊണ്ടുവന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന സ്വഭാവം. സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു സാരോപദേശം കൊടുത്തുകൊണ്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നേതാവേ. അങ്ങനെയാണ് അന്നത്തെ ഭരണാധികാരിയെ വിളിക്കുക. യാ അമീറൽ മുഅ്മിനീൻ, ലഖദ് തവല്ലൽ മുൽക ഖബ്ലക് ഉനാസുൻ ثم سرعوا وها هي مصارعهم. നിങ്ങൾക്ക് മുമ്പും അധികാരം ഏറ്റെടുത്ത ആളുകളുണ്ട്, അവരൊക്കെ മരിച്ചുപോയില്ലേ? അവരുടെ ഖബറല്ലേ കാണുന്നത്? ഈ മീസാൻ കല്ലുകൾ അവരുടെ കഥയാണ് പറയുന്നത്. ഫൻദുർ ഇലൈഹാ ലിതറാ, നിങ്ങളൊന്ന് നോക്കവരെ, മണ്ണിലല്ലയോ കിടക്കുന്നത്? എത്ര നല്ല മെത്തകളിൽ കിടന്നുറങ്ങിയവർ, എത്ര നല്ല ആർഭാടങ്ങൾ ആസ്വദിച്ചവരെ, എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്തവരെ, ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചു പറിച്ചവരെ, പാവപ്പെട്ടവരെ അടിച്ചൊതുക്കിയവരെ, സമ്പത്ത് കുമിഞ്ഞുകൂട്ടിയത്, എന്ത് കിട്ടിയവർക്ക്? അവരുടെ ശരീരങ്ങൾ പുഴുക്കൾ തിന്നില്ലയോ? ശരീരം അളിഞ്ഞുപോയില്ലയോ? ദുർബലമായില്ലയോ? അധികാരം നഷ്ടപ്പെട്ടില്ലയോ? അതുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഫഹ്ദർ അൻ തകൂന മഅൽ മഹ്ബൂസീന ഫീ ജഹന്നം യൗമ യുത്ലഖുൽ ആദിലൂൻ. നീതി ചെയ്യുന്ന സജ്ജനങ്ങളായ ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിക്രമം ചെയ്ത ആളുകളെ അള്ളാഹു പിടിച്ചു വെക്കുന്നുണ്ട്. ആ അതിക്രമം ചെയ്യുന്ന ആളുകളിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ എന്ന് മഹാനായ ഖലീഫയെ ഉപദേശിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ പേരക്കുട്ടി സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആ കത്ത് കിട്ടിയപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ അല്ലാഹുവേ, ലാ തജ്അൽനി മഅൽ മഹ്ബൂസീൻ യൗമ യുത്ലഖുൽ ആദിലൂൻ. നീതി ചെയ്യുന്ന ആളുകൾക്ക് നീ അല്ലാഹുവേ സ്വർഗപ്രവേശം ഒരു പ്രയാസവും കൂടാതെ നൽകുമ്പോൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾ പോലും കാണാൻ കഴിയാതെ അതിക്രമം ചെയ്തതിന്റെ പേരിൽ, മനുഷ്യനെ ആക്രമിച്ചതിന്റെ പേരിൽ, മനുഷ്യനെ വെട്ടി പരിക്കേൽപ്പിച്ചതിന്റെ പേരിൽ, മനുഷ്യന്റെ സമ്പത്ത് അന്യായമായി കൈയടക്കി വെച്ചതിന്റെ പേരിൽ, മനുഷ്യനെ നിസ്സാരമായി കണ്ടതിന്റെ പേരിൽ പിടിച്ചു വെക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ നാളെ. അല്ലാഹുവേ, നാളെ പിടിച്ചു വെക്കപ്പെടാതെ നിന്റെ സ്വർഗലോകത്തേക്ക് എത്തുന്നവരിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് എപ്പോഴും ദുആ ഇറക്കുമായിരുന്നു ഈ മഹാൻ. ചെറുപ്പക്കാരനാണ്. അധികാരം ഏറ്റെടുക്കുമ്പോൾ 40-ൽ താഴെയാണ് വയസ്സ്. 2.5 കൊല്ലമാണ് ഭരിച്ചത്. മരണം മറ്റൊരത്ഭുതമാണ്. നമുക്ക് വഴിയെ പറയാം. അല്ലാഹുമ്മ ലാ തജ്അൽനി മിനൽ മഹ്ബൂസീന യൗമ യുത്ലഖുൽ ആദിലൂൻ. അല്ലാഹുവിന് വേണ്ടി ജീവിച്ച ജീവിതം. പരിശുദ്ധമായ ഹജ്ജിന് പോകുന്നു. ഹജ്ജിന് പോയപ്പോ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് ആളുകൾ പോകാൻ ഒരു തിടുക്കത്തിലാണ്, തിരക്ക് പിടിച്ചോടുകയാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ ഭാഗം ആ അറഫ കഴിഞ്ഞ് മിനായിലേക്ക് മുസ്ദലിഫയിലേക്ക് പോകുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അറഫയുടെ ദിവസം സൂര്യാസ്തമയത്തിന് ശേഷവും അവിടെ തന്നെ ഇരിക്കുന്നു. ആളുകൾ വാഹനമെടുത്ത് പെട്ടെന്ന് പോകുന്നു. കുതിരയുള്ളവർ, ഒട്ടകമുള്ളവർ, കഴുതയുള്ളവർ വാഹനങ്ങളൊക്കെ ധൃതി പിടിച്ചു പോവുകയാണ്. അടുത്ത സ്റ്റേഷൻ മുസ്ദലിഫയിലേക്ക് പോവാൻ വേണ്ടി പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ സമയത്ത് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പറയുന്നു, ലാ വല്ലാഹ് ലൈസ സാബിഖുൽ യൗമ
മൻ സബഖ ജവാദുഹു ഖൈലു. ഇന്ന് മുമ്പിലെത്തുന്ന ആള് കുതിര കൊണ്ടോ ഒട്ടകം കൊണ്ടോ മുമ്പിലെത്തുന്നവനല്ല. വലാകിന്ന സാബിഖ മൻ ഗുഫിറ ലഹു ഹാദൽ യൗം. ഇന്നത്തെ അറഫയുടെ ദിവസം ആർക്കൊക്കെയാണോ പാപമോചനം ലഭിച്ചത് അവരാണ് മുമ്പിലെത്തുന്നത്. വാഹനത്തിന്റെ സ്പീഡ് കൊണ്ടല്ല മുമ്പിലെത്തുന്നത്. വസ്സാബിഖൂന സാബിഖൂൻ വസ്സാബിഖൂന സാബിഖൂൻ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുഖർറബീങ്ങളായ ആളുകൾ നന്മയിൽ മുൻകടക്കുന്നവരാരാണ്? പാപമോചനം കിട്ടിയവർ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. രാജാവാണ്, മുന്തിയതരം വാഹനങ്ങളുണ്ട്, കുതിരകളുണ്ട്. എല്ലാവരും ധൃതി പിടിച്ച് മുസ്ദലിഫയിലേക്ക് ഓടുമ്പോ ഓടാതെ അവിടെ തന്നെ ഇരുന്നിട്ട് അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുമ്മ ഗഫിർലി അല്ലാഹുമ്മ ഗഫിർലി. പടച്ചവനെ മാപ്പുതാ, പടച്ചവനെ മാപ്പുതാ, പടച്ചവനെ മാപ്പുതാ. നമ്മൾ ദുആയിരക്കാറുണ്ടോ? അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഓടാറല്ലേ പതിവ്? നിസ്കാരം കഴിഞ്ഞ് ഓടുകയാണ്. നിസ്കാരം കഴിഞ്ഞുള്ള ഓട്ടം, നമ്മുടെ ധൃതിയും നമ്മുടെ ജോലി തിരക്കും കഴിഞ്ഞ് എപ്പോഴാണ് തമ്പുരാനോടൊന്ന് കയ്യൊത്തി ദുആ ചെയ്യാൻ പറ്റുന്നത്? ദുആ ചെയ്യുമ്പോഴേക്കും ഇസ്ലാമിനെതിരാണെന്നോ അത് ശിർക്കാണെന്നോ ബിദ്അത്താണെന്നോ പറയുന്ന വേറെ ഒരു ഫിത്ന മറുഭാഗത്ത്. മുത്തനബി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉത്തരം ഉറപ്പായ ചില സമയങ്ങളുണ്ട്, നഷ്ടപ്പെടുത്തരുതേ, നഷ്ടപ്പെടുത്തരുതേ. ദുആക്ക് ഉത്തരം ഉറപ്പുള്ള സമയങ്ങളുണ്ട്. അതിലൊന്നാണ് അദ്ദുആഉ ഫീ ജൗഫിൽ ലൈലി. രാത്രിയുടെ അങ്ങറ്റത്ത്, പ്രഭാതത്തിന് തൊട്ടു മുമ്പുള്ള, സുബ്ഹിക്ക് മുമ്പുള്ള സമയം, പാതിരാ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകിയിരിക്കും. വദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ. ഫർളായ നിസ്കാരങ്ങളുടെ പിറകെ നിങ്ങൾ ഓതുന്ന, നിങ്ങൾ ചൊല്ലുന്ന, ദുആ ചെയ്യുന്ന ദുആഇന്, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ദുആഉൽ വാലിദി ലിവലദിഹി. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിനുത്തരമുണ്ട്. വദുആഉൽ മുസാഫിർ. യാത്രക്കാരൻ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നമ്മൾ ദുആക്കാറുണ്ടോ? നമ്മളതിന് സമയം കണ്ടെത്താറുണ്ടോ? മനസ്സുകൊണ്ട് ആമീൻ പറയാറുണ്ടോ? പരിശുദ്ധമായ ഹജ്ജിന് പോയിട്ട് ധൃതി പിടിച്ചോടുകയല്ല. റൂമിലെത്തട്ടെ, എന്റെ റൂമിലെത്തട്ടെ, ഒന്ന് കുളിക്കട്ടെ, ഒന്ന് വിശ്രമിക്കട്ടെ. അല്ല അല്ല. അല്ലാമാ മസ്റൂഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ ലം യനം ഇല്ലാ വഅന്നഹു കാന സാജിദ. മഹാനവറുകൾ ഉറങ്ങിയത് പോലും സുജൂദ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. മസ്റൂഖ് എന്നവർ ഹജ്ജിന് പോയിട്ട് നിവർന്നൊന്ന് കിടന്നിട്ടില്ലത്രേ. കിടത്തം പോലും സുജൂദ്, മുഴുവൻ സമയവും ഇബാദത്ത്, ഉറങ്ങുന്ന ഉറക്കം പോലും സുജൂദിൽ കിടന്നുകൊണ്ടുറങ്ങിയ മഹാനായ അല്ലാമാ മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ഓർക്കുമ്പോ ലൈസ സാബിഖു മൻ സബഖ ജവാദുഹു വഖൈലു. ഇന്ന് രക്ഷപ്പെടുന്നവർ, മുമ്പിലെത്തുന്നവരെ, ആദ്യം വാഹനമെത്തുന്നവരല്ല. ഹറമിന്റെ അരികത്ത് തൊട്ടടുത്ത് താമസം കിട്ടിയോ? ഇതല്ല മുഅ്മിനേ പ്രശ്നം. കേരളീയ ഭക്ഷണം കിട്ടിയോ? ഇതല്ല ഹജ്ജിന്റെയും ഉംറയുടെയും വിഷയം. വലാകിന്ന സാബിഖ മൻ ഗുഫിറ ല. ആർക്കാണോ അവിടെ വെച്ച് പാപമോചനം ലഭിക്കുന്നത് അവരാണ് രക്ഷപ്പെട്ടവര്, അവരാണ് മുൻപിലെത്തുന്നവര്. ഈ ഒരു ആശയം ലോകത്തെ പഠിപ്പിക്കുന്നു. ലോകത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ വന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻ. ആ മഹാനുഭാവൻ ജീവിച്ചത് നീതിക്ക് വേണ്ടി. മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലം ലോകത്ത് നീതിയായിരുന്നു. അറിയുമോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു ചെന്നായ പോലും ഒരാട്ടിടയന്റെ ആടിനെ കടിച്ചിട്ടില്ല. 2.5 വർഷം ചെന്നായകളുണ്ടായിരുന്നു ഷാമിന്റെ ഭാഗത്ത്. നായകളുണ്ട്, ചെന്നായകളുണ്ട്, അവിടെ ഹിംസ്ര ജന്തുക്കളുണ്ട്. സിംഹം വരെ ഉണ്ടായിരുന്നു, കടുവയുണ്ടായിരുന്നു. ഷാമിലേക്ക് പോകുന്ന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു അബൂ ലഹബിന്റെ മകനെതിരായിട്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്താപ്പയാണ് ആയിരുന്നു അബൂ ലഹബ്. നബി തങ്ങളെ വല്ലാതെ ശല്യപ്പെടുത്തിയ ആൾ, തങ്ങളെ ഉപദ്രവിച്ച മൂത്താപ്പ, നബി തങ്ങളെ കണ്ണുനീർ കൊടുപ്പിച്ച മൂത്താപ്പ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂ ലഹബ് നശിച്ചിരിക്കുന്നു എന്ന് വരെ വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി
ഇറങ്ങിയ അബൂലഹബിന്റെ മകനുണ്ട് ഉത്ബ. ഉത്ബ എന്ന മകനുണ്ട്, സുഹാബിയാൻ. ഉത്ബ എന്ന മകൻ, ആ മകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു മോളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ മകളെ ഉത്ബ വിവാഹമോചനം ചെയ്യുകയും സൂറത്തുൻ നജ്ം ഇറങ്ങിയപ്പോൾ വന്നജ്മി ഇദാ ഹവാ, വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയപ്പോൾ ഉത്ബ വന്ന് പറയുന്നു, മുഹമ്മദ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന കാഫിറുൻ ബിന്നജ്മി ഇദാ ഹവാ, ഈ ഖുർആനൊന്നും വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയുകയും അത് മാത്രമല്ല നബി തങ്ങളുടെ മോളെ ത്വലാഖ് ചൊല്ലി. അവിടെ അവസാനിച്ചില്ല, ബസഖ അലാ വജ്ഹിഹി, ഹബീബിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയും ചെയ്തു. ഖുർആൻ നിഷേധിക്കുകയും അവിശ്വസിക്കുകയും ഹബീബിന്റെ മകളെ വിവാഹമോചനം ചെയ്യുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയും ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദുആ ചെയ്തു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, അല്ലാഹുമ്മ സല്ലിതു അലൈഹി കൽബൻ മിൻ കിലാബിക. അവിടെ കൽബ് എന്ന വാക്കിന്റെ ഉദ്ദേശം സിംഹമെന്നായിരുന്നു. അല്ലാഹുവേ, ഈ മനുഷ്യനെ, അബൂലഹബിന്റെ ഈ മകൻ ഉത്ബയെ, അല്ലാഹുമ്മ സല്ലിതു അലൈഹി കൽബൻ മിൻ കിലാബിക, നിന്റെ ഹിംസ്ര ജന്തുക്കളിൽ ഒരു സിംഹത്തെ കൊണ്ടുവനെ പരീക്ഷിക്കണമേ. ആ പ്രാർത്ഥന ഫലിച്ചു. മരുഭൂമിയിൽ ഷാമിലേക്കുള്ള യാത്രയിൽ ഉത്ബ മരിക്കുന്നത് സിംഹത്തിന്റെ കടിയേറ്റിട്ടാണ്. അന്ന് സിംഹമുണ്ടവിടെ, ഇന്നവിടെ സിംഹങ്ങൾ കാണുന്നില്ല, പക്ഷെ അന്നുണ്ട്. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ചെന്നായ പോലും ഒരു ആട്ടിൻകുട്ടിയെ പോലും കടിച്ചിട്ടില്ല. മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു ആണ് സംഭവം പറഞ്ഞത്. ഒരു ചെന്നായ പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ ഭരണം നടത്തുമ്പോ ഒരു ആടിനെ പോലും കടിച്ചിട്ടില്ല. അത്രയും വലിയ നീതി. ആദ്യമായൊരു ചെന്നായ ഒരാട്ടിൻ ബച്ചത്തിനെ കടന്നാക്രമിക്കാൻ വരുമ്പോൾ അവരന്വേഷിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ മരിച്ചു കാണും. നോക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആദ്യമായി 2.5 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു ചെന്നായുടെ പരാക്രമം ഉണ്ടാകുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മഹാത്ഭുതം ലോകം മുഴുവൻ നീതി ആസ്വദിച്ചു. ഉമർ എന്നവരുടെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന നീതിമാനായ മഹാപ്രതിഭയുടെ പിൻഗാമിയായി വന്ന 2ാം ഉമർ. അവരുടെ തണലിൽ മൃഗങ്ങൾക്കും ജന്തുജാലങ്ങൾക്ക് വരേക്കും അല്ലാഹു സമാധാനം നൽകിയല്ലോ. എന്തേ കാരണം? അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. വല്ലാത്തൊരു ജീവിതം, പാഠങ്ങൾ നിറഞ്ഞൊരു ജീവിതം. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ വഴിയിലായി, ആ മഹാനുഭാവന്റെ വഴിയിലായി ജീവിക്കാൻ തൗഫീഖ് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വാലിഹീങ്ങളെ സ്നേഹിച്ചു, അദ്ദേഹം വല്ലാതെ സ്നേഹിച്ചു. അദ്ദേഹം മഹാനവറുകൾ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് മുസാഹിം എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു നല്ല മനുഷ്യനെ. മുസാഹിം എന്നവരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മുസാഹിമേ, നിങ്ങളാണ് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി, നിങ്ങളാണ് എന്റെ കാര്യങ്ങൾ നോക്കേണ്ടത്, നിങ്ങളാണ് എന്റെ ഭരണവിഷയത്തിൽ എന്നെ സഹായിക്കേണ്ടത്. എന്റെ കാരണം എന്നറിയോ? ഒരു പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ കാരണങ്ങൾ പലതുമാകാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ പറഞ്ഞു, ഇന്നി റഅയ്തുക തുസല്ലി الضحى في شعب من الشعاب لا يراك فيها إلا الله. മുസാഹിമേ, ഞാൻ മരുഭൂമിയിലൂടെ ചില കുറ്റിക്കാടിനിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മനുഷ്യരാരും വന്നു നോക്കാത്ത ഒരു കുറ്റിക്കാടിനുള്ളിൽ ദുഹാനിസ്കാരം സൂര്യൻ ഉദിച്ച് 10-20 മിനിറ്റ് കഴിഞ്ഞ് ളുഹറിന്റെ ഒരു 10-15 മിനിറ്റ് വരേക്കും നീളുന്ന ദുഹായുടെ സമയം. ആ സമയത്തിനിടയിൽ മുസാഹിമേ, നിങ്ങൾ ദുഹാനിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഫീ ശഅബിൻ മിനശ് ശിആബ്, ജനങ്ങളാരും ലാ യറാക ഫീഹാ ഇല്ലല്ലാഹ്,
മനുഷ്യരാലും വന്നു നോക്കാത്ത ഒരു സ്ഥലത്ത്, മനുഷ്യരാരും നടന്നു പോകാത്ത ഒരു സ്ഥലത്ത്, ഒരു കുറ്റിക്കാടിൽ മുസല്ല വിരിച്ചിട്ട് നിങ്ങൾ ദുഹാ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതല്ല. ഭരണാധികാരി എന്ന നിലക്ക് എല്ലായിടവും സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആ വഴിക്ക് വന്നപ്പോൾ ആരാരും കാണാതെ നിങ്ങൾ ദുഹാ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മുസാഹിമേ, നിങ്ങളാണ് എന്റെ പ്രൈവറ്റ് സെക്രട്ടറി, നിങ്ങളാണ് എന്റെ രഹസ്യം സൂക്ഷിക്കേണ്ടത്. അതായിരുന്നു യോഗ്യത. അല്ലാഹു നമുക്ക് ദുഹാ നിസ്കരിക്കാനുള്ള, അത് നിലനിർത്താനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. മനുഷ്യൻ ഉണരുന്ന ഓരോ ദിവസവും നമ്മുടെ കെണിപ്പുകൾക്ക്, ജോയിന്റുകൾക്ക് 360ഓളം നമ്മുടെ സന്ധി പേശി, നമ്മുടെ എല്ലുകൾ കൊണ്ടുള്ള ജോയിന്റുകൾ 360 എണ്ണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ജോയിന്റുകൾക്ക് നമ്മൾ അല്ലാഹുവിനോട് ചെയ്യുന്ന ദാനമാണ്. 360 ദിർഹം സ്വദഖ ചെയ്യുന്നതിന് തുല്യമാണ് 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുന്നത്. അതാരും കാണാതെ ചെയ്തിരുന്ന മഹാനായ മുസാഹിം എന്നവരെയാണ് ഈ ഭരണാധികാരി തന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. യോഗ്യത നോക്കണം. ഇതാണ് അള്ളാഹുവിന്റെ ക്രൈറ്റീരിയൻ. അള്ളാഹു നോക്കുന്നത് എവിടെയാണ്? അള്ളാഹു നോക്കുന്നത് അങ്ങോട്ടാണ്. എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച കബീർ ബാഖവി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാദികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. അല്ലാഹു നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് നോക്കുന്നില്ല, അല്ലാഹു നിങ്ങളുടെ രൂപഭംഗിയിലേക്ക് നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും, അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അവിടം ശുദ്ധമാണെങ്കിൽ ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടും, അല്ലാഹു ഇഷ്ടപ്പെടും, മുഅ്മിനീങ്ങൾ ഇഷ്ടപ്പെടും, മാലാഖമാർ ഇഷ്ടപ്പെടും. അല്ലാഹു നമ്മുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ. ഖൽബുകൾക്കുള്ളിലെ മോശമായ വികാരങ്ങളും തോന്നലുകളും അല്ലാഹു ഇല്ലാതെയാക്കി അവിടം അവൻ ഇഷ്ടമുള്ള സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ചെറിയ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടൊന്ന് സ്വലാത്ത് ചൊല്ലുക. സ്റ്റേജുമുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട ഇൻഷാ അല്ലാഹ്. എഴുന്നേൽക്കാൻ പറ്റുന്നവര് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേൽക്കുക. അതിനിടയ്ക്ക് നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് കാര്യമായ ഒരു സ്വതക്ക നിങ്ങൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. ബിസ്മില്ലാഹ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ പരിപാടി നമ്മൾ പറഞ്ഞു, ഒരു വാഹനം നമുക്ക് ഇവിടെ മദ്രസയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനുള്ള സൗകര്യത്തിന് 5 ലക്ഷം രൂപ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് ബസ് 5 ലക്ഷത്തിന് കിട്ടൂലല്ലോ? പറഞ്ഞൊരു 5-8 കുട്ടികൾക്ക് വരാൻ പറ്റുന്ന ഒരു ഓംനി വാന് പോലത്തെ ചെറിയൊരു വാന് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് അത്രയും നമ്മളെ ബജറ്റ് വെച്ചിട്ട് കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു 5 ലക്ഷത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിലും ഒന്ന് കൈപൊക്കാൻ. എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നവരുണ്ടോ? ഏതെങ്കിലും ഒരു വലിയ സംഖ്യ, അത് മൊത്തം ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ. ആരെങ്കിലും ഉണ്ടോ? ആ വാഹനം ഞാൻ എന്റെ വകയായിട്ട് ഞാൻ കൊടുത്തോളാം. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ എനിക്ക് അള്ളാഹു അതിന് കൂലി തന്നാൽ മതി. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്നറിയിക്കണം. പ്രത്യേകമായിട്ട് ദുആ ചെയ്യുന്നുണ്ട്. ഇല്ലേ, നമ്മുടെ ഈ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നാളെ പരിപാടിയിലേക്ക് വരുമ്പോ നിങ്ങളുടെ കയ്യിൽ തരുന്ന കവർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നല്ലൊരു സംഖ്യ നിങ്ങൾ കൊടുക്കുക. നമുക്ക് വളരെ ചെറിയ ബജറ്റ്, 50 ലക്ഷത്തിന്റെയോ 2 കോടിന്റെയോ ഒന്നും പദ്ധതിയില്ല, 5 ലക്ഷം. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം. നമ്മുടെ ഈ കവർ നിങ്ങൾ വാങ്ങിക്കുക. നാളെ വരുമ്പോ, നാളെ ഇവിടെ പ്രഭാഷണം നടക്കുന്നുണ്ട്. ജലീൽ റഹ്മാനി വാണിയന്നൂർ അവരുടെ പ്രഭാഷണം നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാഖി അവർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോ നാളത്തെ പരിപാടിക്ക് വരുമ്പോ നിങ്ങൾ ഇത് ഏൽപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് ചൊല്ലിയിട്ടിരിക്കാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ونركز لقول اللهم صل على سيدنا محمد وبارك وسلم عليه. ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മുടെ ഓൺലൈൻ നടക്കുന്നുണ്ടോ? റേഞ്ച് ഒക്കെ ഉണ്ടോ? അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാഹ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഏതൊരു സജ്ജനങ്ങളിൽപ്പെട്ട ആളെ കാണുമ്പോഴും പറയും, വല്ലാഹി മാ റഅയ്തു മുത്തഖിയൻ ഇല്ലാ വദിത്തു അന്നി ഫീ ജിൽദിഹി. ഒരു മുത്തഖിയായ മനുഷ്യനെ കാണുമ്പോ പടച്ചോനെ, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു തൊലിയായിരുന്നെങ്കിൽ, ഞാൻ അദ്ദേഹത്തോടൊപ്പമായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കാത്ത ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. സജ്ജനങ്ങളെ പോലെ ആവാൻ കൊതിക്കുന്നു. ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും വഅർജു അൻ അനാല ബിഹിം ശഫാഅ വഅക്റഹു മൻ ബിദാഅതുഹുൽ മആസി وإن كنا سواء في البضاعة. ഇത് പാടിയത് പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്. മുത്തഅല്ലിമീങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആരാണ് ഈ കവിത ചൊല്ലിയത്? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുക. ഉത്തരം ശരിയാണെങ്കിൽ ഒരു സമ്മാനമുണ്ട്. കേട്ടിട്ടുണ്ടാവും ബൈത്ത്. ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും وأرجو أن أنال بهم شفاعة وأكره من بضاعته المعاصي وإن كنا سواء في البضاعة. സജ്ജനങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. സജ്ജനങ്ങളെ പോലെ ആവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും സജ്ജനങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. തിന്മ ചെയ്യുന്ന ആളുകളെ എനിക്ക് വെറുപ്പാണ്. ഞാനും അവരും തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും. ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞത്, അങ്ങേയറ്റത്തെ വിനയത്തിന്റെ വാക്ക്. തിന്മ ചെയ്യുന്ന ആളല്ല ഇത്, പക്ഷെ അദ്ദേഹം ആ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പാടി. കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് കൈപൊക്കിയാൽ ആരാണ് ഈ ബൈത്ത് ചൊല്ലിയത് എന്ന് ഉത്തരം അറിയോ? 3 സെക്കൻഡ് സമയം തരും. ഉണ്ടെങ്കിൽ കൈവക്കുക. ആർക്കെങ്കിലും സദസ്സിൽ കൈവക്കിയാലേ ഉത്തരം കേൾക്കുള്ളൂ. ഉത്തരം പറയുന്നില്ല. നിങ്ങൾക്ക് അറിഞ്ഞിട്ട് പറയാണ്ടിരിക്കാന്നാ തോന്നുന്നത് അല്ലേ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാം ശാഫിഈ തങ്ങൾ ചൊല്ലിയ ബൈത്താണത്. ആ ബൈത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെയായിരുന്നു. തന്റെ ശിഷ്യനാണ്, പ്രായം കൊണ്ട് ചെറുതാണ്, എന്നാൽ തന്റെ ശിഷ്യനെ തന്റെ ഗുരുവാണെന്ന് വിചാരിച്ചിരുന്ന മഹാൻ. അതാണ് അത്ഭുതം. ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും. സജ്ജനങ്ങളെ എനിക്കിഷ്ടമാണ്, ഞാൻ സജ്ജനങ്ങളിൽ പെട്ടവനല്ലെങ്കിലും എന്ന്. യാ അല്ലാഹ്. വഅർജു അൻ അനാല ബിഹിം ശഫാഅ. സജ്ജനങ്ങളുടെ കൂടെ കൂടുമ്പോൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള ശുപാർശ കിട്ടുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഅക്റഹു മൻ ബിദാഅതുൽ മആസി. തിന്മ ചെയ്യുന്ന ആളുകളെ എനിക്ക് വെറുപ്പാണ്. വഇൻ കുന്നാ സവാഅൻ ഫിൽ ബിദാഅ. ഞാനും അവരും ഒരുപോലെ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും തെറ്റ് ചെയ്യുന്നവരെ എനിക്ക് വെറുപ്പാണ്. സജ്ജനങ്ങളെ ഇഷ്ടമാണ്, സജ്ജനങ്ങളിൽ ഞാൻ പെട്ടില്ലെങ്കിലും സജ്ജനങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. അവരെ ഇഷ്ടപ്പെടുമ്പോൾ അവർ കാരണം ശഫാഅത്ത് ലഭിച്ചേക്കും. സുബ്ഹാനല്ലാഹ്. ഇതൊരു വലിയ പാഠമാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ ഏറ്റവും അല്ലാഹുവിനെ ഭയപ്പെടുകയും വിട്ടുവീഴ്ച ചെയ്യുകയും കരുണ ചെയ്യുകയും ചെയ്ത മഹാൻ. 25 നൂറ്റാണ്ടിന്റെ പാഠങ്ങളാണ് 2.5 കൊല്ലത്തിനിടയിൽ ചെയ്തത് എന്ന് ലോക പണ്ഡിതന്മാർ സമ്മതിച്ച പ്രഗത്ഭനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന അമവി ഭരണാധികാരി. മഹാനവറുകളുടെ ഒരു ആമിൽ, ഒരു ഭരണാധികാരി, അദ്ദേഹം തന്റെ മകനെ ആരോ ചീത്ത വിളിച്ചതിന് ഒരാളെ ശിക്ഷിക്കുന്നത് കണ്ടപ്പോ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, കൈപിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഞാൻ വിടില്ല, നീ എനിക്ക് വേണ്ടി നീ ജോലി ചെയ്യരുത്, നിങ്ങൾ എന്റെ ഗവർണറല്ല. تجلد فلانا 70 جلدة
ലിഅന്നഹു ആദാ ഇബ്നക്, നിങ്ങളുടെ മകനെ ബുദ്ധിമുട്ടാക്കി എന്ന പേര് പറഞ്ഞ് ഒരാളെ നിങ്ങൾ 70 അടിയടിച്ചല്ലേ. മാ ഗളിബ്ത ലില്ലാഹ്, നിങ്ങളാ ദേഷ്യപ്പെട്ടത് അല്ലാഹുവിന് വേണ്ടിയല്ല. നിങ്ങളുടെ മകന് വേണ്ടിയും സ്വന്തത്തിന് വേണ്ടിയുമാണല്ലോ ഈ ദേഷ്യപ്പെട്ടത്. അതുകൊണ്ട് ഇന്നത്തെ നാളിന് ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ജോലിയും ചെയ്യണ്ട, നിങ്ങളെ ഞാൻ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. സ്വന്തം ജനങ്ങളോട് പ്രജകളോട് കരുണ കാണിക്കാത്ത ഗവർണർമാരെ മുഴുവനും അദ്ദേഹം സസ്പെൻഡ് ചെയ്തു, ഡിസ്മിസ് ചെയ്തു, വേണ്ടെന്ന് വെച്ചു. കരുണയായിരുന്നു. യുഹിബ്ബുൽ അഫ്വ വയുഹിബ്ബുൽ ഇഹ്സാൻ, നന്മ ചെയ്യുന്നത് ഇഷ്ടമാണ്, ജനങ്ങൾക്ക് മാപ്പ് ചെയ്യുന്നു, നന്മ ചെയ്യുന്നു. വലിയൊരു അത്ഭുതം നടക്കുന്നു. മഹാനവറുകളെ ചീത്ത പറയുന്ന ഒരാൾ, എത്ര നല്ല മനുഷ്യരാണെങ്കിലും സ്വാലിഹീങ്ങളെ ചീത്ത പറയുന്നവരുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ നാല മിൻഹു റജുലുൻ, ഒരാൾ മഹാനവറുകളെ ചീത്ത പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസേ മറുപടി കൊടുക്കിൻ, മറുപടി കൊടുക്കിൻ. എന്തിനാ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾക്ക് മറുപടി ഉണ്ടല്ലോ, നിങ്ങളുടെ പക്ഷം ശരിയാണല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരുടെ മറുപടി വരുന്നു, ഇന്നൽ മുത്തഖിയ മുൽജമുൻ, ഇന്നൽ മുത്തഖിയ മുൽജമുൻ, മുത്തഖിയായ മനുഷ്യൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾ മുൽജമുൻ. മുൽജം എന്ന് പറഞ്ഞാൽ മൂക്ക് കയറിട്ട ആള്, മൂക്ക് കയറിട്ട മൃഗത്തിനാണ് മുൽജം എന്ന് പറയാം. മൂക്ക് കയറിട്ട മൃഗത്തിന് ആ കയറ് പിടിക്കുമ്പോ തോന്നിയതുപോലെ വായ തുറക്കാൻ കഴിയില്ലല്ലോ. മുത്തഖിയായ മനുഷ്യൻ അങ്ങനെയാണ്. ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് മറുപടി, ചീത്ത പറയുമ്പോഴേക്ക് തിരിച്ചു ചീത്ത പറയല്, ഇതൊന്നും മുത്തഖിയായ മനുഷ്യർക്ക് ചെയ്യാൻ പാടുള്ളതല്ലല്ലോ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അങ്ങനെ പെരുമാറാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കില്ല. രാജാവാണത്. അറിയണോ ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ മഹാനവറുകളെ ഒരു വിളക്ക് നന്നാക്കാൻ വേണ്ടി പള്ളിക്കുള്ളിലൂടെ നടന്നു വരുന്നു. പള്ളിയിലെ വിളക്കണഞ്ഞു പോകുന്നു. ഇലക്ട്രിസിറ്റിയുടെ മുമ്പുള്ള കാലം, എണ്ണ ഒഴിച്ചിട്ട് വിളക്ക് കത്തിക്കുന്ന കാലത്ത് എണ്ണ തീർന്നു പോയിട്ടൊരു വിളക്കണഞ്ഞു പോയപ്പോ ആ വിളക്ക് കത്തിക്കാൻ എഴുന്നേറ്റ് നടക്കുമ്പോ ആളുകൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഇജ്ലിസ്, അമീറുൽ മുഅ്മിനീനെ നിങ്ങൾ ഇരുന്നോളൂ, അത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തു തരാം, നിങ്ങൾ എന്തിനാ വിളക്ക് കത്തിക്കാൻ എഴുന്നേൽക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ പറയുന്നു, ഞാൻ വിളക്ക് കത്തിക്കാൻ എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങളുടെ അമീറാണ്, വിളക്ക് കത്തിച്ച് തിരിച്ചു വരുമ്പോഴും ഞാൻ അമീർ തന്നെയാണല്ലോ, എനിക്കെന്ത് കുഴപ്പം പറ്റി? എനിക്കത് ചെയ്തൂടെ? ഇത്ര വലിയ വിനയം. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും താഴ്മ കാണിച്ചാൽ അവർ അല്ലാഹു ഉയർത്തും. അല്ലാഹുവിന് വേണ്ടി താഴ്മ കാണിച്ചാൽ, വമൻ തകബ്ബറ അലല്ലാഹി വദഅഹുല്ലാഹ്, ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ, താൻ വലിയ ആളാണെന്ന തോന്നലുമായി ജീവിച്ചാൽ, വദഅഹുല്ലാഹ്, അല്ലാഹു താഴെ വെക്കും അവരെ. ഈ പാഠം ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം വീട്ടുകാരോട് അഹങ്കാരത്തോടെ പെരുമാറുന്നവരുണ്ടെങ്കിൽ, സ്വന്തം കൂട്ടുകാരോട് സാമ്പത്തികമായി അല്പം അല്ലാഹു മിച്ചം തന്നതിന്റെ പേരിൽ സാമ്പത്തികമായി ഉയർന്നപ്പോഴേക്കും കൂടെ പഠിച്ചവരെ കണ്ണിൽ കാണാത്ത പോലെ അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കാതെ സമ്പത്തിന്റെ പേരിൽ മനുഷ്യനെ അടക്കുന്ന ഒരു ചുറ്റുപാട് സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ കടന്നു പോകരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചെയ്യാൻ പാടുള്ളതല്ല. മഹാനവറുകൾ പള്ളിയിലേക്ക് നടക്കുമ്പോ, പള്ളിക്കുള്ളിലൂടെ നടക്കുമ്പോ അവിടെ ഇച്ചിരി വെട്ടം കുറവായിരുന്നു, വെളിച്ചം കുറവായിരുന്നു. പോകുന്ന പോക്കിൽ ഒരു മനുഷ്യന്റെ കാലിൽ അറിയാതെ ചവിട്ട് പോയി അവിടെ ഇരിക്കുന്ന ഒരാൾ. നല്ല രസമുള്ള സംഭവമാണത്, ചെറിയൊരു സംഭവം. കാലിൽ ചവിട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞു, അമജ്നൂനുൻ അൻത, രാജാവിനോടായി പറയണത്, നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾ ഭ്രാന്തനാണോ? കണ്ണു കാണുന്നില്ലേ? എന്റെ കാലിൽ ചവിട്ടിട്ടാണോ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ലാ അന മുഷ് മജ്നൂൻ, ഞാൻ ഭ്രാന്തനല്ല. കൂടെയുള്ള രാജാവാണ്. കൂടെയുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഒരു സമ്മതം തന്നാൽ ഞങ്ങൾ അദ്ദേഹത്തെ അടിച്ചു നിരപ്പാക്കുന്നു. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു, എന്തിന്? നിങ്ങളോട് ഇങ്ങനെ അപമര്യാദയായി ചോദിക്കേ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കേ, ഇതൊക്കെ മോശല്ലേ?
പറഞ്ഞു, കൂട്ടരെ, അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാനതിന് മറുപടിയും കൊടുത്തു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഭ്രാന്തനാണോ? ഞാൻ പറഞ്ഞു, ഭ്രാന്തനല്ല. വിഷയം തീർന്നില്ലേ? പിന്നെ എന്തിനാ ഇവിടെ ഒച്ചപ്പാട്? അദ്ദേഹം ഒരു ചോദ്യമല്ലേ ചോദിച്ചു, ഞാൻ മറുപടി കൊടുത്തില്ലേ? അതിന് തീർന്നു. നിങ്ങൾ ആ മനുഷ്യനെ ആക്രമിക്കല്ലേ, ആ മനുഷ്യനെ വേദനിപ്പിക്കല്ലേ. അത്രയും അല്ലാഹുവിന് വേണ്ടി താഴ്ന്നു കൊടുത്ത മഹാൻ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠം നമ്മൾ പഠിക്കണം ഇതിലൂടെ. പകവീട്ടാനും മനുഷ്യനെ ആക്രമിക്കാനും അപമാനിക്കാനും നാണം കെടുത്താനും ശാരീരികമായും മാനസികമായും തളർത്താനും ശ്രമിക്കുന്ന ലോകത്ത് മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ മാതൃകകൾ കാണിച്ചുപോയ ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ മുസാഹിം എന്ന തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുസാഹിം ഇദാ റഅയ്തനി ളലംതു ഫഖുദ് ബിതലാബീബി വഖുൽ ഇത്തഖില്ലാഹ യാ ഇബ്നു അബ്ദുൽ അസീസ്. മുസാഹിമേ, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. ഞാൻ അന്യായം ചെയ്യുമ്പോൾ അത് ന്യായീകരിക്കരുത്. ഇന്നത്തെ വിഷയം അതാണ്. നേതാക്കന്മാർ അന്യായം ചെയ്യുമ്പോ, നേതാക്കന്മാർ എന്തെങ്കിലും വിടുവായിച്ചം പറയുമ്പോഴേക്കും അനുയായികൾ അത് ന്യായീകരിക്കുന്നു, അതിനെ കൈയടിക്കുന്നു. അങ്ങനെ ചെയ്യലിൻ സത്യത്തെ സത്യമായി കാണണം. സത്യം സത്യമായി പുലരും. സത്യമേ ലോകത്ത് വിജയിക്കൂ. അസത്യം ഒരൽപ്പ നേരത്തേക്ക് പുകമറ സൃഷ്ടിച്ചാലും സത്യമേ ലോകത്ത് വിജയിക്കൂ. അത് സ്രഷ്ടാവുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. സത്യമേ വിജയിക്കൂ ലോകത്ത്. ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുസാഹിമേ, ഞാൻ എന്തെങ്കിലും അന്യായം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ എന്റെ വസ്ത്രം കൂട്ടിപ്പിടിച്ചിട്ട്, എന്റെ ഊരൊക്കെ പിടിച്ചിട്ട് പറയണം, ഇത്തഖില്ലാഹ യാ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസേ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമെന്ന് എന്നെ നോക്കി പറയണം. ഞാൻ അന്യായം ചെയ്യുമ്പോൾ കൈയടിക്കല്ലേ, ഞാൻ അന്യായം ചെയ്യുമ്പോൾ ന്യായീകരിക്കല്ലേ. അന്യായം ചെയ്യുമ്പോൾ ഇത് അന്യായമാണ്, ഇത് അക്രമമാണ്, ദുൽമാണ് എന്ന് എന്നെ ഓർമ്മിപ്പിക്കണം മുസാഹിമേ. അതിനാണ് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുക്കുന്നത്. അല്ലാഹുവിനെ മാത്രം കാണിച്ചുകൊണ്ട് ജനങ്ങളാരും കാണാത്തിടത്ത് പോയി ഒറ്റക്ക് ദുഹാ നിസ്കരിച്ചവനെ മുസാഹിമേ, നിങ്ങളെ ഞാൻ തെരഞ്ഞെടുക്കുന്നത്. കുൻ ഔനീ അലാ നഫ്സി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ വഴിയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. മഹാനവറുകളുടെ ജീവിതത്തിന്റെ സൂക്ഷ്മതയുടെ മറ്റൊരു പാഠം, സമുദായത്തിന്റെ പൊതുമുതലുകൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്ന് എത്രയെത്ര പാഠങ്ങളാണ് ഇസ്ലാമിക ചരിത്രങ്ങളിലുള്ളത്. പൊതുസ്വത്തുകള്, ഓഹരി വെക്കാത്ത സ്വത്ത്, സമുദായത്തിന്റെ സ്വത്ത് ഒരു ഉമ്മത്തിന് വേണ്ടി പൊതുവായി പിരിച്ചെടുക്കപ്പെടുന്നത് ഒരു സമുദായത്തിന്റേത്, പ്രസ്ഥാനത്തിന്റേത്, മഹല്ലിന്റേത്, പള്ളിയുടേത്, മദ്രസയുടേത് എല്ലാം പൊതുവായതാണ്. അതിന്റെ മസ്ലഹത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. വ്യക്തികൾ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ പിഞ്ചു കുഞ്ഞിന്റെ കയ്യിൽ ഒരു ആപ്പിൾ കാണുന്നു. ആ ആപ്പിള് മഹാനവറുകൾ പിടിച്ചു പറിച്ചു വാങ്ങുന്നു. ആ കുഞ്ഞിന്റെ വായിൽ അത് കടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കഷ്ണം. അതുപോലും പുറത്തെടുത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ബലമായി ആപ്പിൾ പിടിച്ചു വാങ്ങുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക്, ഉമ്മയുടെ മുമ്പിലേക്ക് ഈ കുഞ്ഞ് ഓടിച്ചെന്നിട്ട് പറയുന്നു, യാ ഉമ്മാ, ഉമ്മാ, എന്റെ കയ്യിൽ നിന്ന് വാപ്പ എന്റെ ആപ്പിൾ പിടിച്ചു പറിച്ചു വാങ്ങിച്ചു. കുഞ്ഞു വല്ലാത്ത കരച്ചില്, ചെറിയ കുട്ടിയാണ്, എന്തെന്നില്ലാത്ത തേങ്ങല്, സങ്കടം പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ കണ്ടപ്പോ, രാജകുമാരിയാണ്, രാജാവിന്റെ മോളാണ്, സഹോദരന്റെ രാജാവാണ്, വല്യുപ്പ രാജാവാണ്, അവരുടെ മോളാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് ഏതാനും നാണയത്തൊട്ട് കൊടുത്തിട്ട് പറഞ്ഞു തന്റെ പരിചാരകനോട്, എന്റെ കുട്ടിക്ക് ഒരു ആപ്പിൾ വാങ്ങിച്ചു കൊടുക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നൊരു വീട്ടിലേക്ക് വരുന്നു. ഭാര്യ ചോദിച്ചു, അല്ല, കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്തേ ആപ്പിൾ പിടിച്ചു പറിച്ചോ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അവിടെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് പാഠമുണ്ട്.
ഒരു വിഷയത്തിലും എടുത്തു ചാടരുത്. എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളായിട്ട് ചോദിച്ച് മനസ്സിലാവുന്നത് വരേക്കും മുൻവിധിയോടുകൂടെ പെരുമാറാൻ പാടുള്ളതല്ല. ആണായാലും പെണ്ണായാലും എന്താ സംഭവിച്ചത് അത് ഉറപ്പുവരുത്തണം. ഇന്നങ്ങനെയല്ല, ഇന്ന് വാട്സപ്പ് മെസ്സേജ് ഒക്കെ വന്ന പോലെ CNN BBC ഒക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ അത് അങ്ങനെയൊന്നുമില്ല. إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായതല്ലാത്ത വാർത്തകൾ വരുമ്പോ, വിശ്വസിക്കാൻ പ്രയാസമുള്ള വാർത്തകൾ നിങ്ങൾക്ക് കിട്ടുമ്പോ അതിന്റെ സോഴ്സ് നിങ്ങൾ അന്വേഷിക്കണം. ഇസ്ലാമിന്റെ നിയമമാണത്. വാട്സപ്പിൽ കണ്ടു, എന്തേ വാട്സപ്പ് ഖുർആനാ? ആരൊക്കെയോ എന്തൊക്കെയോ എഴുതിവിടുന്നത്, ആരൊക്കെ എന്തൊക്കെയോ കിട്ടിയത് ഫോർവേഡ് ചെയ്യുന്നത്. ജനിച്ചോ മരിച്ചു എന്ന് പറയും, മരിച്ചവൻ ജനിച്ചു എന്ന് പറയും. കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കഥ ഇന്നലെ നടന്നു എന്ന് പറയും ചിലര്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഉറപ്പുവരുത്തണം, സത്യസന്ധമാണോ എന്ന് സ്ഥിരീകരിക്കണം. അല്ല എങ്കിൽ നിങ്ങൾ നിരപരാധികളായ ആളുകളെ മനസ്സ് വേദനിപ്പിക്കേണ്ടി വരും. അത് അല്ലാഹു പൊറുക്കില്ല. അതുകൊണ്ട് എന്ത് വിഷയം നടന്നാലും അത് സ്ഥിരീകരിക്കുക. ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് തന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചതിന്റെ സങ്കടം തന്റെ ഭർത്താവിനോട് ചോദിച്ചറിയുകയാണ്. അല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്റെ ഭർത്താവേ, എന്താ കുഞ്ഞിന് സംഭവിച്ചത്? കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആപ്പിൾ പിടിച്ചു പറിച്ചു വാങ്ങിച്ചല്ലേ? ഫാത്തിമ, നിനക്കറിയുമോ, ആ ആപ്പിൾ മുസ്ലിം ഖജനാവിലേക്ക് വന്ന സ്വത്താണ്. മുസ്ലിം ഖജനാവിലേക്ക് വന്ന സ്വത്താണത്. ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് വന്നത് ഈ സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് ഓഹരി വെച്ചു കൊടുക്കാനുള്ളതാണ്. അത് ഓഹരി വെക്കും മുമ്പേ നിന്റെ മകൻ, എന്റെ മകൻ ഒരാപ്പിൾ കയ്യിലെടുത്ത് തിന്നാൻ തുടങ്ങി. നിന്റെ മോന്റെ വയറ്റിലേക്ക് നരകത്തിന്റെ തീകഷ്ണങ്ങൾ പോവരുത്. നിന്റെ മോൻ ഹറാമ് തിന്നരുത്. ഞാനും നീയും മക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ, കൊടുത്ത ഭക്ഷണം ഹലാലല്ലാത്തതിന്റെ പേരിൽ നാളെ നരകത്തിലേക്ക് പോകുന്നത് വേണോ ഫാത്തിമ? അതുകൊണ്ടാണ് മോന്റെ കയ്യിൽ നിന്ന് ഞാനത് പിടിച്ചു വാങ്ങിച്ചത്. ഞാൻ എന്റെ നെഞ്ച് പറിക്കുന്നത് പോലെയായിരുന്നു അത്. ആ കുഞ്ഞിന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഫാത്തിമ. കുഞ്ഞ് കരഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, അവനത് ഇഷ്ടവുമായിരുന്നു. എന്നാൽ കുഞ്ഞിനറിയില്ലല്ലോ ഇത് പൊതു സ്വത്താണെന്ന്, ഇത് സമുദായത്തിന്റെ സ്വത്താണെന്ന്. അതുകൊണ്ട് ആ ഭക്ഷണം വയറ്റിലേക്ക് ചെല്ലുമ്പോൾ അത് കാരണം അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് വരുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ഞാനത് പിടിച്ചു വാങ്ങിയത് എന്ന് ഒരു നിസ്സാര വിഷയത്തിൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കൾക്ക് നമ്മൾ കഴിക്കാൻ കൊണ്ടുകൊടുക്കുന്ന സമ്പാദ്യം, നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം, നമ്മുടെ ബിസിനസ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണോ? അള്ളാഹുവിന് ഹലാലാണോ? പടച്ചതമ്പുരാൻ പൊരുത്തപ്പെട്ട ജോലിയാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഉടുക്കുന്നത്, കഴിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فأنى يستجاب له. أشرف الخلق صلى الله عليه وسلم തങ്ങൾ പറയുമായിരുന്നു, എത്രയോ ആളുകൾ ദീർഘദൂരം യാത്ര ചെയ്തിട്ട് മുടി ജട പിടിച്ച് ഒന്ന് വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ കഴിയാതെ പൊടിപുരണ്ട് യഖൂലു ഐ റബ്ബി ഐ റബ്ബി ഐ റബ്ബി, അല്ലാഹുവേ 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 എന്ന് ദുആ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. അവർ തിന്നുന്നത് ഹറാം, അവർ കുടിക്കുന്നത് ഹറാം, അവരുടെ വസ്ത്രം ഹറാമിന്റേത്. എവിടെന്നാണ് അവർക്ക് ഉത്തരം ലഭിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയുടെ ഒരു സ്വഹാബി മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആഇന് ഉത്തരമുള്ള സ്വഹാബിയായിരുന്നു. ചോദിച്ചാൽ ഉത്തരം റെഡിയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അപ്പോഴേക്കും ഉത്തരം ഇറങ്ങും. അങ്ങനത്തെ ഒരു സ്വഹാബിയുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മാവനെന്ന് തങ്ങൾ പറഞ്ഞ മല്ലഹു ഖാലുൻ കഖാലി, എന്റെ അമ്മാവനാണ് സഅദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരിട്ടുള്ള അമ്മാവനല്ല,
സുഹൃത്ത് മാത്രമാണ്, ചോരബന്ധമില്ല, കുടുംബ ബന്ധമില്ല. എന്നാൽ നബി തങ്ങൾ ആ സ്നേഹക്കൂടുതൽ കാരണം ഇതെന്റെ അമ്മാവനാണെന്ന് പറഞ്ഞിരുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻ മഹാനവറുകളല്ലയോ ഹബീബിനോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തിരുനബിയോട് ചോദിക്കുകയാണ്, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ, നബിയേ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അൻ അകൂന മുസ്തജാബദ് ദഅവ, ചോദിച്ചാൽ ഉത്തരം ലഭിക്കുന്നവനായി മാറണം. എവിടെ വെച്ച് ദുആ ചെയ്താലും എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വേണം. അതുകൊണ്ട് നബിയേ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്തു തരുമോ? വല്ലാത്തൊരു ചോദ്യമാണ് അതല്ലേ. എവിടെ ചെന്നാലും ഉത്തരം, എവിടെ ചെന്നാലും ഉത്തരം. നാട്ടിൽ നിന്ന് ദുആ ഇരുന്നാലും ഉത്തരം, യാത്രയിലാണെങ്കിലും ഉത്തരം, ഹജ്ജിന് പോയാലും പോയില്ലെങ്കിലും എവിടെയും ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നൊരു അവസ്ഥ അത് അല്ലാഹു കൊടുക്കുകയും ചെയ്തു. അല്ലാഹു നൽകി ഈ സ്വഹാബിക്ക്, സഅദ് ഇബ്നു അബീ വഖാസ്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരുന്നു, സഅദേ അത്ഇബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. അത്ഇബ് മത്അമക, സഅദേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പ്യൂർ ഹലാൽ, അല്ലാഹു ഇഷ്ടപ്പെടുന്നത്, അല്ലാഹു അനുവദിച്ചത്, ശരീരത്തിന് പോഷണമുള്ളത്. അല്ലാഹു വേണ്ടെന്ന് പറഞ്ഞത് കഴിക്കല്ലേ സഅദേ, അല്ലാഹു പാടില്ലെന്ന് പറഞ്ഞത് എടുക്കല്ലേ സഅദേ. എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാനവറുകൾ തന്റെ പിഞ്ചു മോന്റെ കയ്യിൽ നിന്ന് ഒരാപ്പിൾ പിടിച്ചു പറിച്ചു വാങ്ങിച്ചത്. അല്ലാഹുവിനെ ചൊല്ലിയുള്ള പേടിയാണത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ فبأي آلاء ربكما تكذبان. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക്, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി പേടിച്ച് ജീവിക്കുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. യാ അല്ലാഹ്, ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് വിരിപ്പിലേക്ക് കിടന്നുറങ്ങാൻ വന്നാൽ വെള്ളം നനഞ്ഞ ഒരു പക്ഷിക്കുഞ്ഞ് കടന്ന് പിടക്കുന്ന പോലെ എന്റെ ഭർത്താവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ പിടക്കുന്നത് ഞാൻ കാണാറുണ്ട് കിടപ്പറയിൽ കിടക്കുമ്പോ. യാ ലൈത ബൈനനാ വബൈനൽ ഖിലാഫത്തി ബുഅദൽ മശ്രിഖീൻ. അധികാരം വേണ്ടില്ലായിരുന്നു, അധികാരം വേണ്ടായിരുന്നു. എന്റെ ഭർത്താവ് ഖലീഫയായത് വേണ്ടില്ലായിരുന്നു. ഭരണാധികാരം ഏറ്റെടുത്തത് മുതൽ അദ്ദേഹം മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് രാജകുമാരിയായ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ വേണ്ടില്ലായിരുന്നു എന്നാ പറയാ. മഹാനവറുകൾ അന്നൊരു രാത്രി കിടന്നുറങ്ങി, പെട്ടെന്ന് എഴുന്നേറ്റു, കുറെ നിസ്കരിച്ചു, എന്നിട്ട് വിളക്കണച്ചു വെച്ചു, എന്നിട്ട് താടിക്ക് രണ്ട് കൈയും കൊടുത്തിരുത്തമാണ്. നേരം വെളുക്കുന്നവരെ ഇടക്ക് ശബ്ദമുണ്ടാക്കി താഴെ വീഴും, കുറെ ബോധം കെട്ട് കിടക്കും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും താടിക്ക് കൈ കൊടുത്ത് അങ്ങനെ ഇരുന്നിരുന്ന് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് താഴെ വീഴും. ഞാൻ വിചാരിച്ചു എന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയുമെന്ന്, അപകടം സംഭവിച്ചു എന്ന്, ഇത് അറ്റാക്കിന്റെ അസുഖമാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. നേരം പുലർന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്റെ ഭർത്താവേ, എന്തിനാ നിങ്ങൾ ഇന്നലെ വല്ലാതെ വിഷമിച്ചത്? എന്തെങ്കിലും വേദനയുണ്ടായോ? ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചോ? എന്തെങ്കിലും വിഷമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായോ? മഹാനുഭാവന്റെ മറുപടി വന്നു, ഫാത്തിമ, ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു.
ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവര്, യതീമുകള്, വിധവകള്, വീടില്ലാത്തവര്, മരുന്ന് വാങ്ങിക്കാൻ കഴിവില്ലാത്തവര്, ജോലി ചെയ്യാൻ കഴിയാത്തവര്, നിരാലംബര്, അശരണര്, ഇവരെയൊക്കെ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അവരുടെ ഉത്തരവാദിത്വം. എങ്ങാനും എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടോ മറ്റോ ഏതെങ്കിലും ഒരു യതീമിനോ ഒരു വിധവക്കോ രോഗിക്കോ നിരാലംബരായ ഏതെങ്കിലും ഒരു കുടുംബത്തിനോ സഹായം എത്തിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ടാവാതെ വരികയാണെങ്കിൽ ഫല്ലാഹു ഖസ്മി വറസൂലുള്ളാഹി ഹജീജി, അല്ലാഹു എന്റെ പ്രതിപക്ഷത്തായിരിക്കും. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ, മുത്തുനബി പോലും എനിക്ക് അനുകൂലമായി നാളെ സംസാരിക്കില്ലല്ലോ. ഈ ഉത്തരവാദിത്വം എങ്ങനെയാണ് ചെയ്തു തീർക്കുക എന്നോർത്തപ്പോൾ എന്റെ മനസ്സിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഫാത്തിമ. അതുകൊണ്ടാണ് ഞാൻ തേങ്ങി തേങ്ങി ഇന്നലെ കരഞ്ഞത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, ആ മഹാൻ മരിച്ചതിന് ശേഷം ഫാത്തിമ ബീവി പറഞ്ഞ ഒരു അനുഭവമുണ്ട്. ബീവിയുടെ ജീവിതത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നഷ്ടമായപ്പോൾ വല്ലാതെ ക്ഷീണിച്ച് മഹതിയാകെ തളർന്ന് ആ സൗന്ദര്യവും പ്രഭയും ഒക്കെ നഷ്ടപ്പെട്ട് വളരെ വളരെ ഖിന്നയായി ദുഃഖിതയായി നിൽക്കുമ്പോ തന്റെ കുടുംബക്കാരി പെണ്ണുങ്ങളൊക്കെ വന്ന് പറഞ്ഞു, ഫാത്തിമ, ഭർത്താവിനെ ഓർത്തുകൊണ്ടാണോ നിങ്ങൾ ഈ കരയുന്നത്? ഭർത്താവിനെ ഓർത്തിട്ടാണോ ശരീരം ശോഷിച്ചു പോയത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭർത്താവിനെ ഓർത്തുകൊണ്ട് നഷ്ടപ്പെട്ട ആ സങ്കടത്തിൽ കരയേണ്ടവർ തന്നെ ഞങ്ങൾ വേണ്ടെന്ന് പറയില്ല. പക്ഷേ ഫാത്തിമ, നിങ്ങൾക്ക് സമാധാനം വരാൻ സമ്പത്ത് വേണമെങ്കിൽ ഞങ്ങളുടെ ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം, ഞങ്ങളുടെ ആഭരണങ്ങൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് വേണ്ടതെടുത്തോളൂ ഫാത്തിമ. കൊട്ടാരത്തിൽ ജീവിക്കാൻ കഴിയുമായിരുന്ന പെൺകുട്ടികളാണ് ഇവന്ന് പറയുന്നത്. ഫാത്തിമ, നിങ്ങൾ ഞങ്ങളുടെ ആഭരണം മുഴുവൻ എടുത്താലും സന്തോഷമേ ഉള്ളൂ, നിങ്ങൾ സങ്കടപ്പെടരുത്, ഒന്ന് ചിരിക്കും, ഒന്ന് സന്തോഷിക്കും. ബീവി പറഞ്ഞു, സഹോദരിമാരെ, ഞാൻ കരയുന്നത് ആഭരണം വേണമെന്ന് ഓർത്തിട്ടല്ല, ഞാൻ കരയുന്നത് സമ്പാദ്യത്തെ ചൊല്ലിയല്ല. ഞാൻ ഓർക്കുകയായിരുന്നു എന്റെ ഭർത്താവ് എന്റെ റൂമിലേക്ക് വന്ന ഒരു നാളത്തെ അനുഭവം എനിക്ക് ഓർക്കുമ്പോൾ കരച്ചിൽ വന്നു പോകുന്നു. അന്ന് എന്റെ റൂമിലേക്ക് വന്നു, വീട്ടിലേക്ക് വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ പാരായണം തുടങ്ങി. അങ്ങനെ ഖുർആൻ കരഞ്ഞുകൊണ്ട് ഓതുന്നു. ആയത്തുകളുടെ അർത്ഥമെത്തുമ്പോൾ അർത്ഥം ചിന്തിച്ച് കരയുന്നു. ശുദ്ധമായ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ് وتكون الجبال كالعهن المنفوش. സൂറത്തുൽ ഖാരിഅയിലെ ഈ ആയത്തുകൾ എത്തിയപ്പോൾ എന്റെ ഭർത്താവ് സ്വാഹ, അദ്ദേഹം അട്ടഹസിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, വാ സൂഅ സബാഹ, എന്റെ കഷ്ടമേ, എന്റെ കഷ്ടമേ, എന്റെ കഷ്ടമേ, എന്റെ നഷ്ടമേ, അല്ലാഹുവേ, ഞാൻ നഷ്ടപ്പെട്ടുവല്ലോ. പരലോകം സാധ്യമാകുന്ന ആ നാളിൽ മഹാപർവ്വതങ്ങൾ ധൂളികളെപ്പോലെ പറക്കുകയും മനുഷ്യന്മാർ ഗതി എന്തെന്നറിയാതെ പറവകളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടം തെറ്റി ഓടുകയും ചെയ്യുന്ന ആ നാള്, യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻഫൂസ്. മഹാപർവ്വതങ്ങൾ പോലും ധൂളികളായി പറക്കുന്ന ദിവസം മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? കെട്ടിടങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? മഹാപർവ്വതങ്ങൾ തന്നെയാണ് ഈ പറക്കുന്നത്. അല്ലാഹുവേ, വാസൂഅ സബാഹ, ആ നാളിന്റെ നഷ്ടമേ, ആ നാളിൽ എന്റെ കഷ്ടമേ, ആ നാളിൽ എന്റെ നാശമേ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് പരലോകം ഞാൻ അഭിമുഖീകരിക്കുക? എന്റെ സൃഷ്ടാവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ, എന്റെ കർമ്മങ്ങൾക്ക് എന്നെ വിചാരണ ചെയ്യുമ്പോ എന്ത് മറുപടിയാണ് ഞാൻ പറയുക എന്നോർത്ത് വാവിട്ട് കരഞ്ഞ് ഭൂമിയിൽ അദ്ദേഹം തലചായ്ക്കുന്നു. ഞാൻ വിചാരിച്ചു ലോകത്തോട് വിട പറഞ്ഞു എന്ന്. വീണ്ടും എഴുന്നേറ്റു. ഈ ആയത്ത് ഇങ്ങനെ ഓർക്കുകയാണ്, യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്
വീണ്ടും കരഞ്ഞിട്ട് പറഞ്ഞു, വാ പടച്ചവനെ, ആ നാളിൽ ഞാൻ എങ്ങനെയാണ് നിന്നെ കണ്ടുമുട്ടുക? ആ നാളിൽ എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക? നാളെ പരലോകത്തേക്ക് വരുമ്പോൾ അങ്ങനെ സുബ്ഹിയാകുന്നവരെ ഒരു മയ്യത്തിനെ പോലെ ബോധം കെട്ട് കിടന്ന എന്റെ ഭർത്താവിനെ ആ ഒരു രംഗമോർക്കുമ്പോഴെല്ലാം എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. പെങ്ങന്മാരെ, എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. സഹോദരിമാരെ, എന്റെ ശരീരം ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്നു, തളരുന്നു, ക്ഷീണിക്കുന്നു. സമ്പത്തിനെ ചൊല്ലിയുള്ള ചിന്ത കൊണ്ടല്ല, ആധി കൊണ്ടല്ല. എന്റെ ഭർത്താവിനോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ അള്ളാഹുവിന് അദ്ദേഹം ഭയപ്പെട്ട ഭയപ്പാടിന്റെ മഹത്വം കാണുമ്പോ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ഞാൻ അത്രക്കൊന്നും ചെയ്തില്ലല്ലോ, എനിക്ക് അത്രക്ക് ചെയ്യാനായില്ലല്ലോ, എന്റെ ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് എന്റെ ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് അല്ലാഹുവിനെ ഭയപ്പെട്ടതിന്റെ അടയാളങ്ങൾ. 2 വർഷവും 5 മാസവുമാണ് ഈ ഭരണകാലം. തന്റെ ഒരു അമ്മായി മഹാനവറുകളെ കാണാൻ വരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മുൻഗാമികളായ വലീദ് ഇബ്നു അബ്ദുൽ മലിക്, മർവാൻ ഇബ്നു അബ്ദുൽ മലിക്, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, ഇവരൊക്കെ ഭരണം നടത്തുമ്പോ ആളുകൾക്ക്, കുടുംബക്കാർക്ക് യഥേഷ്ടം വാരി വലിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന സമ്പത്ത് അതൊന്നും കൊടുക്കാതിരുന്നപ്പോ പരാതിയുമായി വരുന്നു ഒരമ്മായി. വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ ഭർത്താവിനെ കാണാൻ ഞാനൊന്ന് കാത്തിരിക്കുകയാണ്. എന്തു പറ്റി അമ്മായി, എന്തിനാ വന്നത്? നിന്റെ ഭർത്താവ് ഭരണമേറ്റെടുത്തിട്ട് നിന്റെ ഭർത്താവിന്റെ മുൻഗാമികൾ തന്നതുപോലെ ഒരു സമ്മാനവും ഒരു സംഖ്യയും ഒരു പൈസയും നിന്റെ ഭർത്താവ് എനിക്ക് തന്നിട്ടില്ല. ആ പരാതി പറയാൻ വന്നതാണ്. അമ്മായി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, രാത്രിയായല്ലോ സമയം. എന്റെ ഭർത്താവിന് 2 വിളക്കുകളുണ്ട്. ഒരു വിളക്ക് നല്ല വെളിച്ചമുള്ള വിളക്കാണ്. ആ വിളക്കിന്റെ മുമ്പിൽ ആ മഹാൻ ചർച്ച ചെയ്യുന്നത് ഈ ഉമ്മത്തിന്റെ വിഷയങ്ങളാണ്. അമ്മായിയുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ എന്റെ ഭർത്താവ് ആ വിളക്ക് അണക്കുകയും, മെഴുകുതിരി പോലത്തെ ചെറിയ ഒരു വിളക്ക്, ആ വിളക്കിന്റെ എണ്ണ സ്വന്തം കീശയിൽ നിന്ന് ഉപയോഗിക്കുന്ന ഭർത്താവാണത്. അമ്മായിക്ക് വേണമെങ്കിൽ നേരെ ചെന്നിട്ട് ഭർത്താവിനോട് ഇപ്പോൾ ചർച്ച ചെയ്യാം. അവിടെ കയറി ചെല്ലുന്നു. അമ്മായി സ്നേഹത്തോടെ മഹാനവറുകൾ സ്വീകരിക്കുന്നു. ഇരിക്കൂ അമ്മായി, എന്താണ് വിഷയം? മോനെ, മോനെ, നിന്റെ ഭരണകാലത്ത് എനിക്ക് ഒന്നും നീ തന്നില്ലല്ലോ. ഉടനെ പറഞ്ഞു, അമ്മായി, അങ്ങയുടെ ഒരു പേഴ്സണൽ വിഷയമാണല്ലേ, ഞാൻ ഈ വിളക്കൊന്ന് അണച്ചോട്ടെ. ഈ കത്തുന്ന വിളക്കിന്റെ എണ്ണ ഈ സമുദായത്തിന്റെ പൊതുമുതലിൽ നിന്നുള്ള എണ്ണയാണ്. ആ പൊതുമുതലിൽ നിന്നുള്ള എണ്ണ ഞാനും നിങ്ങളും കുടുംബകാര്യം ചർച്ച ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ആ വെളിച്ചം അല്ലാഹു എനിക്ക് അനുവദിച്ചിട്ടില്ല. അതിന്റെ വെളിച്ചം ഞാൻ എന്റെ കീശയിൽ നിന്ന് ചെലവഴിക്കുന്ന എണ്ണ കൊണ്ട് കത്തുന്ന ഒരു കൊച്ചു വിളക്കുണ്ട്, ആ വിളക്ക് ഞാൻ കത്തിച്ചു വെച്ചോട്ടെ. അമ്മായിക്ക് വന്നതിന്റെ ചോദ്യത്തിന് മറുപടി എപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. അമ്മായി പറഞ്ഞു, മോനെ, നീ എന്താ ഞങ്ങൾക്കൊന്നും തരാത്തത്? ഉമ്മ, നിങ്ങൾക്ക് കൈനിറയെ തരാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. 40,000-ഓളം വാർഷിക വരുമാനമുണ്ടായിരുന്ന എന്റെ മുൻഗാമികളുടെ വരുമാനമല്ല എന്റെ വരുമാനം. 40,000-ൽ നിന്ന് 4,000 ദിർഹം മാത്രമാണ് ഒരു കൊല്ലത്തേക്ക് എന്റെ വരുമാനം. ഉമ്മാക്ക് വേണമെങ്കിൽ ഞാൻ ആ 4,000 തരാം. വേണ്ട മോനെ, വേണ്ട. സമ്പത്തില്ലേ ഇസ്ലാമിന്റെ ഖജനാവിൽ, നീ എനിക്ക് വാരിക്കോരി തന്നൂടെ? അമ്മായി, അത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. അത് ഉമ്മത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ രാജകുടുംബത്തിന്റെ ഭാഗമല്ലയോ, നിങ്ങൾക്ക് അർഹമായത് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയൂ. കുടുംബബന്ധം വലുതാണ്, പക്ഷേ അതിലും വലുതാണ് അല്ലാഹുവുമായുള്ള ബന്ധം. സത്യസന്ധത അതിലും വലുതാണ്. ഉത്തരവാദിത്വ ബോധം അതിലും വലുതാണ്. അന്യായം ചെയ്യരുത് എന്ന വിഷയം അതിലും വലുതാണ്. അതുകൊണ്ട് സ്വന്തം അമ്മായിയുടെ മുമ്പിൽ ചെറിയ ഇട്ടാവട്ടത്തിൽ, ചെറിയൊരു വെളിച്ചത്തിൽ, വളരെ ചെറിയൊരു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ, അത് സ്വന്തം കയ്യിലെ എണ്ണ കൊണ്ട് കത്തിക്കുന്ന വിളക്ക്, സമുദായത്തിന്റെ വിളക്കല്ല. 2 വിളക്കുകളാണ് രാത്രിയിൽ. അങ്ങനെ മാതൃക കാണിച്ച മഹാനാണ് ഈ ഉമ്മത്തിന്റെ പിൻഗാമികളിൽ കടന്ന, ഈ ഉമ്മത്തിന്റെ മുൻഗാമികളായ സ്വഹാബത്തിന് ശേഷം അവരുടെ പിന്മുറക്കാരനായി കടന്നു വന്ന ഖൈറു ഖലഫിൽ ഖൈരി സലഫ്, ഏറ്റവും നല്ല മുൻഗാമികൾക്ക് ഏറ്റവും നല്ല പിന്മുറക്കാരനായി വന്ന
2.5 കൊല്ലം കൊണ്ട് 25 നൂറ്റാണ്ടുകളുടെ പാഠങ്ങൾ നൽകിയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ ജീവിതത്തിലൂടെ നാം ഇടപെടുന്ന വിഷയങ്ങളിൽ ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. അല്ലാഹു നന്മകൾ സ്വീകരിച്ച് ജീവിതത്തിലേക്ക് പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ ബ്രേക്കിന് സമയമായി. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിട്ടിരിക്കുക. അധികം വൈകൂല ഇൻഷാ അല്ലാഹ്. ഒരു 1/2 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. نقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരു ചെറിയ പുസ്തകം ഇവിടെ ഉണ്ട്. സൈഫുൽ ഹഖ് അൽബാനി. ഇതാരാ നിങ്ങളെ പെന്നേ വേണ്ടേ? നമ്മുടെ കബീർ ബാഖവി അദ്ദേഹം എഴുതിയ ഒരു ചെറിയ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ദുആകളുടെ ഒരു ചെറിയ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 30 രൂപയാണ് അതിന്റെ വില എന്ന് പറഞ്ഞു. എന്നാലും എല്ലാവരും കയ്യിലുള്ളത് കൊടുത്തിട്ടത് ഒരു കോപ്പി കൈപ്പറ്റിയേക്കുക. അല്ലാഹു രചന അതിന്റെ ഫലം കാണുന്ന ഒരു കർമ്മമായി അല്ലാഹു മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നു. ചെറുപ്പകാലത്ത് വിട പറയുന്നു. 40 വയസ്സിൽ താഴെയാണ് പ്രായം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു മൻ അലൈഹാ ഫാൻ ويبقى وجه ربك ذو الجلال والإكرام. എല്ലാവരും ഈ ലോകത്ത് നിന്ന് നശിച്ചു പോകും, എല്ലാവരും മരിച്ചു പോകും. എല്ലാം, ഏത് ജാതിയാവട്ടെ, ഏത് മതമാവട്ടെ, മനുഷ്യന്മാരെ തച്ചു കൊല്ലുന്നവരും മരിക്കും, കൊല്ലാത്തവരും മരിക്കും. മരണം സ്വാഭാവികമായ മരണം, അസ്വാഭാവികമായ മരണം. ആരും ഇവിടെ കാലാകാലം ജീവിക്കാൻ പോകുന്നില്ല. അത് വലിയ ഒരു അത്ഭുതമാണ്. ജീവിക്കാനുള്ള സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾക്ക് ജീവിക്കണം, ജീവിക്കാൻ വിടണം എന്നൊക്കെ ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ കൊതിയോടുകൂടെ സ്വപ്നം കാണുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ മാറുമ്പോൾ ആരും പേടിക്കണ്ട. ആരും ഇവിടെ സ്ഥിരം ജീവിക്കാൻ പോകുന്നില്ല. ഇത് ഞങ്ങളുടെ മാത്രം മണ്ണാണ്, ഇവിടെ വേറെ ആരും വേണ്ടാന്ന് പറഞ്ഞാലും അവരും ഈ ലോകത്തോട് വിട പറയും. അവരും മരിക്കും. അവരാരും ഇവിടെ സ്ഥിരം നിൽക്കാൻ പോകുന്നവരല്ല. എല്ലാവരും മരിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ. എല്ലാവരും ഇവിടുന്ന് യാത്ര പറയും. എല്ലാവർക്കും പോകണം. കർമ്മങ്ങളുമായി തിരിച്ചു പോകും. ആ കർമ്മങ്ങൾക്ക് നാളെ വിചാരണയുണ്ട്. ആ കർമ്മങ്ങൾക്ക് നാളെ രക്ഷയും ശിക്ഷയുമുണ്ട്. وَيَبْقَى وَجْهُ رَبِّكَ ذُو الْجَلَالِ وَالْإِكْرَامِ. സർവശക്തനായ സർവാധികാരങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹു അല്ലാതെ മറ്റാരും ബാക്കി വെക്കാതെ എല്ലാവരും ഇവിടുന്ന് മരിച്ചു പോകും. റബ്ബൊഴികെ. അല്ലാഹുവിന് മരണമില്ല. അല്ലാഹു അസലിൽ നിന്ന് അബദിലേക്കുള്ളവനാണ്. അവന് സമയം ബാധകമല്ല. സൃഷ്ടാവിന് സമയം ബാധകമല്ല. നമ്മളൊക്കെ മരിക്കും. അല്ലാഹു നമ്മിൽ നിന്ന് ഈ ഇടക്ക് മരിച്ചുപോയവർ, കഴിഞ്ഞ ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ മരിച്ചുപോയവർ, അല്ലാഹുവിന്റെ ഖബറിടങ്ങളൊക്കെ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ ഖബറിടങ്ങളെ പ്രകാശിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ.
നമുക്ക് മരണം ആസന്നമാകുന്ന നേരത്ത് സജ്ജനങ്ങളുടെ മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരും മരിക്കാൻ വേണ്ടി ദ്വാരക്കരുത്. പടച്ചോൻ എന്നെ മരിപ്പിക്കണേ, ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം. മരിക്കാൻ വേണ്ടി ദ്വാരക്കണ്ട, മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കുക. അങ്ങനെ മരിക്കുമ്പോ ഈമാൻ കിട്ടണം, മരിക്കാൻ വേണ്ടി ദ്വാരക്കരുത്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസലുഹ അമലു. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആയുസ്സുണ്ടാവുകയും ദീർഘായുസ്സുണ്ടാവുകയും ആ ആയുഷ്കാലത്ത് ഒരുപാട് നന്മ ചെയ്യാൻ കഴിയുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് മരണം സംഭവിക്കാൻ പോകുന്നു. നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗം കൂടിയാണ്. മരണം സംഭവിക്കാൻ പോകുന്നു. മഹാനവറുകൾ രോഗശയിൽ കിടക്കുമ്പോ ഡോക്ടർമാർ മുഴുവനും വന്നു. എല്ലാവരും വന്നിട്ട് മരുന്ന് കൊടുത്തിട്ട് അസുഖം ശിഫയാകുന്നില്ല. ഡോക്ടർമാര് വന്നിട്ട് മുഴുവൻ ആളുകൾ വന്നിട്ടും ചികിത്സിക്കാൻ നോക്കുമ്പോഴും ആ മഹാൻ അല്ലാഹുവിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. വല്ലാഹി ലൗ കാന ദവാഇ في أن أرفع يد اليمنى إلى أذني ما فعلت. എന്റെ വലത് കൈ ഇടത് ഈ വലത് ചെവിയിലൊന്ന് പിടിച്ചാൽ എന്റെ അസുഖം മാറുമെങ്കിൽ തന്നെയും എനിക്ക് ഈ മരണമാണ് ഞാനിപ്പോ ഇഷ്ടപ്പെടുന്നത്. വല്ലാഹി മാ അന ഹരീസുൻ അലദ് ദുനിയാ ഫഖദ് മലൽതുഹാ. എനിക്കിവിടത്തെ സൗകര്യങ്ങൾ വേണ്ട, എനിക്ക് സമ്പാദ്യം വേണ്ട, ഈ ലോകം എനിക്ക് മടുത്തിരിക്കുന്നു. ലാകിന്നി അസ്അലുല്ലാഹ അൻ യുസല്ലിമ. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തണം എന്നാണ് എന്റെ ആഗ്രഹം. അല്ലാഹുവിനോട് ഞാനതാണ് ചോദിക്കുന്നത്. ഞാൻ മരിക്കുകയാണ്, ഈ അസുഖത്തിൽ ഞാൻ മരിക്കും. അസുഖം എന്താണെന്നല്ലേ? ഇതാണ് വലിയ അത്ഭുതം. അസുഖം സ്വാഭാവികമായൊരു അസുഖം വന്നതല്ല. മഹാനവറുകളുടെ സ്വന്തം വീട്ടിലെ വേലക്കാരനായ ഒരു അടിമ മഹാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി, വിഷം കൊടുത്തു കഴിക്കാൻ. ആ വിഷബാധയേറ്റ ഭക്ഷണമാണ്. വിഷമേറ്റ ഭക്ഷണം കഴിച്ചപ്പോഴാണ് മഹാനവറുകളുടെ ശരീരം തളർന്നു പോകുന്നത്. തനിക്ക് വിഷം തന്നത് ആരാണെന്ന്, ആ അടിമ ആരാണെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്കറിയാം. മഹാനവറുകൾ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ടൊരു കാര്യം പറയാൻ പോകുന്നു. ഏറ്റവും നല്ല മാതൃക. വൽയഅഫു വൽയസ്ഫഹു. നിങ്ങൾ ജനങ്ങൾക്ക് മാപ്പ് ചെയ്യുന്നില്ലയോ? നിങ്ങൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നില്ലയോ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണം. അല്ലാഹു പറയുന്നു. അതിന്റെ ഉദാത്തമായ മാതൃകയാണ് മരണം സംഭവിക്കുമ്പോ തന്റെ അടിമയെ വിളിച്ചു. ഒരടിമ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നത് ഒരുപക്ഷെ സ്വാതന്ത്ര്യം ലഭിക്കാനായിരിക്കും. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമാണ് ഒരു അടിമയുടെ ജീവന് തുല്യമായ അനുഭവം. ഒരടിമക്ക് ഏറ്റവും വലിയ സമ്മാനം സ്വാതന്ത്ര്യമാണ്. മഹാനവറുകളെ വിഷം കൊടുത്ത് കൊല ചെയ്യാൻ കൂട്ടുനിന്നതിന്റെ ഖാദിമിനെ, വേലക്കാരനെ വിളിച്ചിട്ട് മഹാൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം